ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ CHSLൻ്റെ എക്സാമിനേഷൻ എന്താ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 5-ാം തീയതിയായി. അപ്പോൾ നമുക്ക് 3-ൻ്റെയും 4-ൻ്റെയും ഒക്കെ അനാലിസിസ് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ജൂലൈ 2-ാം തീയതിയിലെ ഷിഫ്റ്റ് 3-4-ൻ്റെ അനാലിസിസ് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത്രയും 5 ദിവസം കഴിഞ്ഞു. ഈ 5 ദിവസത്തിൻ്റെയും പാറ്റേൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം റിപ്പീറ്റഡ് പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് GKയിൽ കണ്ടുവരുന്നത് അല്ലേ. വെൻഡർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലും GKയുടെ സെയിം ക്വസ്റ്റ്യൻസ് ലെവൽ തന്നെയാണ് പിന്തുടരുന്നത് അല്ലേ. ആ ഒരു പാറ്റേൺ അവർ ഫോളോ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും അതിൻ്റെ അനാലിസിസും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തായാലും GKയുടെ ഈ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും നമുക്ക് ജൂലൈ 2-ൽ ഷിഫ്റ്റ് 3-4 നടന്ന ക്വസ്റ്റ്യൻസ്, ആ 3-4 ഷിഫ്റ്റിൽ നടന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഫാക്ട്സും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ഏപ്രിൽ 2023 വിംഗ് കമാൻഡർ ദീപിക മിശ്ര അവാർഡഡ് വിച്ച് പ്രൈസ്. ഞാൻ പറയുന്നുണ്ടല്ലോ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് അപ്പം പുതുതായിട്ട് സാധാ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. എന്ന് വെച്ചാൽ എല്ലാ അവാർഡ്സും ഓണേഴ്സും പഠിക്കണമെന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യയെക്കുറിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കുറേ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ഉണ്ട്. ഭാരതരത്ന പോലെയുള്ള, പത്മശ്രീ പോലെയുള്ള, അതായത് പത്മവിഭൂഷൺ അങ്ങനത്തെ പത്മ അവാർഡ്സ് പോലെയുള്ള, ഗാലൻട്രി അവാർഡ്സ് പോലെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചിട്ട് വേണം പോകാൻ. ഇനി എഴുതാൻ പോകുന്നവരായാലും അത് ശ്രദ്ധിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഒരു ടോപ്പിക്കാണ് നമ്മുടെ സ്റ്റാറ്റിക് GK അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡിൽ വരുന്ന ഏറ്റവും മെയിൻ ടോപ്പിക്കിൽ ഒന്നാണ് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. അപ്പോൾ അതിൽ വരുന്നതാണ് 2023 കണ്ടല്ലോ. കറണ്ട് അഫയേഴ്സ് എല്ലാം വരുന്നത് 2023 ബേസിസിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കമാൻഡർ ദീപിക മിശ്ര എന്ന് പറഞ്ഞ പേര് നിങ്ങൾ ജസ്റ്റ് എങ്കിലും ഒന്ന് ന്യൂസ് കേട്ടവരായാലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തവരാണെങ്കിലും അറിയുന്ന ആളാണ്. ഫസ്റ്റ് IAF വിമൺ ഓഫീസറാണ്. IAF ഇന്ത്യൻ എയർഫോഴ്സിൽ വിമൺ ഓഫീസറാണ്. മാത്രമല്ല പുള്ളിക്കാരിക്ക് എന്ത് കിട്ടി? ഗാലൻട്രി അവാർഡാണ് കിട്ടുന്നത്. ഗാലൻട്രി അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഗാലൻട്രി അവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാക്രിഫൈസ്, ഇന്ത്യക്ക് വേണ്ടി സാക്രിഫൈസ് അല്ലെങ്കിൽ ധീരതയോടെ നമ്മൾ പോരാടുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ചെയ്യുന്ന ഒരാളായിരിക്കണം. ധീരതയുടെ അവാർഡാണ് ശരിക്കും പറഞ്ഞാൽ ഗാലൻട്രി അവാർഡ് എന്ന് പറഞ്ഞാൽ. അതിനകത്താണ് നമ്മുടെ പരംവീർ ചക്ര, കീർത്തി ചക്ര അങ്ങനത്തെയൊക്കെ കുറേ സംഭവങ്ങൾ വരുന്നത്. അതായത് ആർമി ഒഫീഷ്യൽസിന് അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ പദവി നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഗാലൻട്രി അവാർഡ്സിൽ ദീപിക മിശ്രയ്ക്ക് എന്ത് പ്രൈസ് കിട്ടി എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഗാലൻട്രി അവാർഡാണ്. ഗാലൻട്രി അവാർഡ് എന്തുകൊണ്ട് കിട്ടിയെന്ന് വെച്ചാൽ ബ്രേവറി ആൻഡ് സാക്രിഫൈസസ് ഇൻ ആംഡ് ഫോഴ്സ് ആണ്. മാത്രമല്ല പുള്ളിക്കാരി എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ കലാമിറ്റി ഉണ്ടായിരുന്ന സമയത്ത്, നമ്മുടെ നോർത്തേൺ റീജിയനിൽ നാച്ചുറൽ കലാമിറ്റി ഉണ്ടായിരുന്ന സമയത്ത് 47 ജീവൻ രക്ഷിച്ചു എന്നുള്ള രീതിക്കാണ് ഗാലൻട്രി അവാർഡ്സ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? ഫസ്റ്റ് വിമൺ IAF ഓഫീസറാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് IAF വിമൺ ഓഫീസർ, അതായത് വായുസേനയിൽ ആദ്യമായിട്ട് ഗാലൻട്രി അവാർഡ് കിട്ടുന്ന വിമൺ എന്നുള്ള പദവിയും കൂടെ ആർക്കാണ്? ദീപിക മിശ്രയ്ക്കാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഇനിയുള്ള എക്സാമിനെങ്കിലും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപയോഗപ്പെടും. ഇനി എക്സസൈസസ് ആണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എക്സസൈസസ് ആണ്. അപ്പോൾ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിലിറ്ററി എക്സസൈസ് ഉണ്ട്, നേവൽ എക്സസൈസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സസൈസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് മനസ്സിലാക്കി തന്നെ ഒരു ദിവസം അതിന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത്. ഇനി നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് പേര് കാണും. മാത്രമല്ല CGL പോലെ അല്ലെങ്കിൽ നമ്മുടെ NTPC പോലുള്ള എക്സാമൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫോക്കസിങ് കൊടുത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പഠിക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ടോപ്പിക്ക് എക്സസൈസസ് ആണ്. അതിൽ ഇപ്പോൾ ചോദിച്ചത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഇതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 2022 അതായത് 2022 എന്ന് പറഞ്ഞാൽ 2023 അത് ശരിക്കും പറഞ്ഞാൽ പ്രാബല്യത്തിൽ വന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ 2022 എന്ന് പറഞ്ഞൊരു ടൈം ആയതുകൊണ്ടാണ് ആ ഒരു ഇയർ കൊടുത്തിരിക്കുന്നത്. ബട്ട് അതെന്താണ്, 2023 നടന്നത്. അതായത് കറണ്ട് അഫയേഴ്സ് 2023 എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഇന്ദ്രയാണ്. പഠിക്കാൻ എളുപ്പമല്ലേ, ഇന്ത്യ ആൻഡ് റഷ്യ, ഇന്ദ്ര. രണ്ടിനെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ഒന്ന് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇന്ദ്രയാണ് ഇന്ത്യ ആൻഡ് റഷ്യയുടെ ആ ഒരു മിലിറ്ററി എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിലിറ്ററി എക്സസൈസ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഇനി മിത്രശക്തി, ഇതൊക്കെ 2023 ഉണ്ടായ മിലിറ്ററി എക്സസൈസ് ആണ്. നിങ്ങൾ കുറേയൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായി പഠിക്കാൻ നോക്കുക. കുറച്ച് കാര്യങ്ങൾ ഞാനും കൂടെ പറഞ്ഞുതരാം. മിത്രശക്തി എന്ന് പറഞ്ഞാൽ മിത്രത്തിന്റെ ശക്തി എന്ന് പറയുന്ന എക്സസൈസ് കൊണ്ടുവന്ന ആൾക്കാർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള, നമുക്ക് ഇന്ത്യ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇന്ത്യ ആരുമായിട്ട്? ശ്രീലങ്കയാണ് കേട്ടോ. ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. മിത്രമല്ലേ ശ്രീലങ്ക. ഇന്ത്യയും ശ്രീലങ്കയും അടുത്തടുത്ത് കിടക്കുന്നതുകൊണ്ട് മിത്രങ്ങളാണെന്ന് ആലോചിച്ച് ഇന്ത്യ ആൻഡ് ശ്രീലങ്കയുടെയാണ് മിത്രശക്തി എന്ന് ആലോചിക്കുക. ഇനി അടുത്തുണ്ട് ഗരുഡന്റെ ശക്തി ഉള്ളത്. രണ്ട് ഇന്ത്യ ഒരുമിച്ച് കഴിഞ്ഞാൽ ഗരുഡ ശക്തി എന്ന് ആലോചിക്കുക. അങ്ങനെ ഗരുഡ ഒരു ഭയങ്കര ഒരു ശക്തിയിലേക്ക് എത്തുകയാണെന്ന് ആലോചിക്കുക. അപ്പോൾ രണ്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഇന്ത്യയും
അതുപോലെ തന്നെ ഇന്തോനേഷ്യയും, ഇന്ത്യയും ഇന്തോനേഷ്യയാണെന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഓക്കെ, ഗരുഡ ശക്തി അപ്പോൾ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ളതാണ്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയും ഫ്രഞ്ചും ആണ്. ഇന്ത്യയും ഫ്രഞ്ചും ആണ് കേട്ടോ. ഇന്ത്യയും ഫ്രഞ്ചും അത് 2024 വന്ന ഒരു ശക്തിയാണ്. ശക്തി എന്നാണ് പറയുന്നത് കേട്ടോ. ശക്തി 2024 എന്നാണ് ഇന്ത്യയും ഫ്രഞ്ചും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസിനെ പറയുന്നത്. ശക്തി 2024. ശക്തി 2024 അത് 2024 വന്നതാണ്. ചോദിക്കാൻ ചാൻസ് ചിലപ്പോൾ ഇനിയുള്ള എക്സാംസിന് കാണുമായിരിക്കാം. അത് ജസ്റ്റ് എന്നാലും ആലോചിക്കുക, അതൊരു ശക്തിയാണെന്ന് ആലോചിക്കുക. ഇന്ത്യ ഫ്രഞ്ചും കൂടെ ഒരുമിക്കുമ്പോൾ ഒരു ശക്തിയാണെന്ന് ആലോചിക്കുക. ഇനി ഇന്ത്യയും യു എസും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസിനെ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ, ഇന്ത്യയും യു എസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതെന്താണ്, ഒരു യുദ്ധത്തിനുള്ള ഇതാണ്. രണ്ടുപേരും കംപ്ലീറ്റ്ലി എന്താണ്, ഭയങ്കര ഈക്വൽ പവർ ആണെന്ന് തന്നെ ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, യുദ്ധ അഭ്യാസ്. രണ്ടുപേർക്കും യുദ്ധത്തിനുള്ള പവർ ഉണ്ട്, അല്ലെങ്കിൽ യുദ്ധത്തിനുള്ള എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഐഡിയാസ് ഉണ്ടെന്ന് ആലോചിച്ച് യുദ്ധ അഭ്യാസമാണ് ഇന്ത്യയും യു എസും കൂടെ ചേർന്നാലുള്ള മിലിറ്ററി എക്സസൈസിന്റെ പേരിട്ടിരിക്കുന്നത്. അത് ചിന്തിച്ച് നോക്കുമ്പോൾ ഇന്ത്യയും യു എസും കൂടെ ചേർന്നാൽ വലിയൊരു യുദ്ധം നടക്കുന്ന രീതിയിലുള്ള, യുദ്ധത്തിനുള്ള എല്ലാ ടാക്ടിക്സും അറിയാവുന്ന ആൾക്കാരാണെന്ന് ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇന്ത്യയും യു എസും കൂടെ ചേർന്നാൽ യുദ്ധ അഭ്യാസമാണ്. ഇനി അടുത്ത് ഇന്ത്യയും യു എ ഇയും. യു എ ഇ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ അറേബ്യൻ കൺട്രീസ്, അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കുള്ള കണക്ഷൻ. ആ കണക്ഷൻ നമുക്ക് എന്ത് പറയാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതായത് അറേബ്യൻ കൺട്രി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ട എന്താണ്, ഡിസേർട്ട് ആണ് അല്ലേ. രണ്ടും ഡിസേർട്ട് ആണെന്ന് ആലോചിക്കും. അപ്പം എന്താണ് ഡിസേർട്ട് സൈക്ലോൺ എന്നാണ് ആ ഒരു മിലിറ്ററി എക്സസൈസിന്റെ പേര് കേട്ടോ. ഇന്ത്യയും യു എയും കൂടെ ചേർന്ന ഡിസേർട്ട് സൈക്ലോൺ ആണെന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അപ്പോൾ എന്താണ് ഡിസേർട്ട് സൈക്ലോൺ? ഇവിടുത്തെ ഡിസേർട്ട് എന്ന് ആലോചിക്കുമ്പോഴേ നമുക്ക് അറേബ്യൻ കൺട്രീസ് ഓർമ്മ വരണം. അപ്പോൾ ഇന്ത്യയും യു എയും തമ്മിലുള്ള കണക്ഷനാണ് ഡിസേർട്ട് സൈക്ലോൺ എന്ന് മനസ്സിലാക്കാം. ഇനി വരുന്ന ആളാണ് ബോൾഡ് കുരുക്ഷേത്ര. ഇത് ആരുടെ ആയിരിക്കും? ബോൾഡ് ഉള്ള ഒരു കുരുക്ഷേത്ര തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ബോൾഡ് കുരുക്ഷേത്ര ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു കുരുക്ഷേത്രത്തിൽ ബോൾഡായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സിംഗമായിട്ട് നിൽക്കണമെന്ന് ആലോചിക്കുക. അപ്പോൾ എന്താണ്, സിംഗപ്പൂർ, ഇന്ത്യ സിംഗപ്പൂറിൻ്റെ ബന്ധമാണ്, ഒരു മിലിറ്ററി എക്സസൈസ് ആണ് ബോൾഡ് കുരുക്ഷേത്ര കേട്ടോ. ഇന്ത്യയും സിംഗപ്പൂറും ചേർന്നപ്പോൾ ബോൾഡായിട്ട് നിൽക്കണം. കുരുക്ഷേത്ര ഭൂമിയിൽ ബോൾഡായിട്ട് നിൽക്കണം, നമ്മൾ സിംഗമായിട്ട് നിൽക്കണമെന്ന് ആലോചിക്കുക. അപ്പം ഇന്ത്യയും സിംഗപ്പൂറും തമ്മിലുള്ള കണക്ഷനാണ് ബോൾഡ് കുരുക്ഷേത്ര എന്ന് പഠിക്കുക. അപ്പോൾ ഇത്രയും മിലിറ്ററി എക്സസൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷേ എക്സസൈസസ് ഇനിയും ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ നന്നായിട്ട് എന്ത് ചെയ്യുക. ഇപ്പം നമുക്ക് ഒരു ലിമിറ്റഡ് ടൈമിലുള്ള ഇത്രേ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക് വൈസും കൂടെ നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, മിലിറ്ററി എക്സസൈസും ഉണ്ട്, അതുപോലെ തന്നെ നേവൽ എക്സസൈസും ഉണ്ട്. അതും കൂടെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായല്ലോ. മിത്രശക്തി ഇന്ത്യ ശ്രീലങ്ക, ഗരുഡ ശക്തി ഇന്ത്യ ഇന്തോനേഷ്യ, അത് കഴിഞ്ഞ് നമ്മുടെ ബോൾഡ് കുരുക്ഷേത്ര ഇന്ത്യ സിംഗപ്പൂർ, ഇന്ത്യ ഫ്രഞ്ച് ശക്തിയാണ്, ശക്തി 24. അത് കഴിഞ്ഞ് യുദ്ധ അഭ്യാസം എന്ന് പറഞ്ഞാൽ ഇന്ത്യ യു എസും, ഡിസേർട്ട് സൈക്ലോൺ ഇന്ത്യ യു എ ഇ. ഇത് ഇത്രയും കാണാതെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഓപ്ഷനിൽ വന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് ഇത്രയൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാനുള്ള വഴിയും കൂടെ നിങ്ങൾക്ക് ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ മനസ്സിലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗുഗ്ഗ ഫെയർ ഇൻ വിച്ച് സ്റ്റേറ്റ്? മൂന്നാമത്തെ നമ്മുടെ ടോപ്പിക്, മെയിൻ ടോപ്പിക് ഏതാണ്? ഫെയർ ആൻഡ് ഫെസ്റ്റിവൽസ്. നമ്മുടെ സ്റ്റേറ്റിൽ ഓരോ സ്റ്റേറ്റും സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെയർ ആൻഡ് ഫെസ്റ്റിവൽസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഗുഗ്ഗ ഫെയർ ഏത് സ്റ്റേറ്റിലെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഹരിയാന സ്റ്റേറ്റിലാണ് കേട്ടോ. ഗുഗ്ഗ ഫെയർ ഹരിയാനയിലാണ്. ഓക്കെ, ഹരിയാനയിലാണെന്ന് ആലോചിക്കുക. ഗുഗ്ഗ ഫെയർ മാത്രമാണോ ഹരിയാനയിൽ? ഒരു ഫെയറും കൂടെ ഫേമസ് അല്ലേ? അപ്പം നിങ്ങൾ ഫെയർ ആൻഡ് ഫെസ്റ്റിവൽസ് പഠിക്കുമ്പോൾ വളരെ കുറച്ച് ഫെയേഴ്സ് എന്ത് ചെയ്യത്തുള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ആ ഫെയേഴ്സും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഫെയേഴ്സും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഫെയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹരിയാനയുടെ ഫെയർ വേറൊന്ന് ഏതായിരുന്നു? സൂരജ് കുണ്ട് ക്രാഫ്റ്റ് മേള. അപ്പോൾ ഈ ക്രാഫ്റ്റ് മേള, ഫെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഫെസ്റ്റിവൽ കണക്കിന് ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഫെയർ കണക്കിന് ഒരു സാധനമാണ്. കുറേ ആൾക്കാരെന്താണ് പബ്ലിക്കുമായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ സൂരജ് കുണ്ട് ഒരു ക്രാഫ്റ്റ് മേള, ഗുഗ്ഗ ഫെയറും സൂരജ് കുണ്ട് ക്രാഫ്റ്റ് മേള എവിടത്തെയാണ്? ഹരിയാനയിലെയാണ് കേട്ടോ. ആനയാണ് സൂരജ് കുണ്ട് ക്രാഫ്റ്റ് മേളയ്ക്ക് എന്ത് ചെയ്യും, നമ്മൾ ആനയൊക്കെ ഇറക്കുമെന്നൊക്കെ ആലോചിച്ച് പഠിക്കുക. ഓക്കെ, ഹരിയാന. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള വേറൊരു ഫെയർ ഏതാണ്? നമുക്ക് കുറച്ച് ഫെയറും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം.
പുഷ്കർ ഫെയർ എവിടത്തെയാണ്? പുഷ്കർ ഫെയർ രാജസ്ഥാനിലെയാണ് കേട്ടോ, രാജസ്ഥാൻ. അപ്പൊ രാജസ്ഥാനിൽ ആലോചിക്കുമ്പോൾ 2-3 ഫെയേഴ്സും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പുഷ്പം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ചാർത്തുന്ന ആർക്കെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ രാജാവെന്ന് ആലോചിക്കുക. അപ്പൊ രാജസ്ഥാൻ. പുഷ്കരമായ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചെന്ന് ആലോചിക്കുമ്പോൾ പുഷ്കർ ഫെയർ രാജസ്ഥാനിലാണെന്ന് ആലോചിക്കുക. പിന്നെ പഠിക്കാനുള്ള ചന്ദ്രഭാഗ. ഏതെങ്കിലും ചന്ദ്രഭാഗ എന്ന് പറയുന്ന രാജാവ് ഉണ്ടെന്ന് ആലോചിച്ചിട്ട് പഠിക്കുക. ചന്ദ്രഭാഗ ഫെയർ അതെവിടെയാണ്? രാജസ്ഥാൻ. അപ്പൊ ചന്ദ്രഭാഗ എന്ന് പറയുന്നത് രാജാവ് എന്ന് പഠിച്ചിട്ട് രാജസ്ഥാനിലാണെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ടത് ബാണേശ്വർ. അപ്പൊ രാജാവാണെങ്കിൽ പുള്ളിക്കാരന് എന്ത് കാണും? ഒരു ബാണം കാണും അല്ലേ? പണ്ടൊക്കെ ഫൈറ്റ് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന ബാണമാണെന്ന് ആലോചിക്കുക. അപ്പോൾ ബാണേശ്വർ ഫെയർ, പുഷ്കർ ഫെയർ, അതുപോലെ തന്നെ ചന്ദ്രഭാഗ ഫെയർ എവിടത്തെയാണ്? നമ്മുടെ രാജസ്ഥാനിലെ ആണെന്ന് അങ്ങനെ കണക്ട് ചെയ്ത് എങ്ങനെയെങ്കിലും പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സോണിപൂർ കാറ്റിൽ ഫെയർ. സോണിപൂരിലെ കാറ്റിൽ ഫെയർ എവിടത്തെയാണെന്ന് ചോദിച്ചാൽ സോണിപൂർ എവിടത്തെയാണ്? ബീഹാർ ആണ് കേട്ടോ, ബീഹാർ. സോണിപൂർ കാറ്റിൽ ഫെയർ എവിടെയാണ്? ബീഹാറിലാണ്. എന്ത് ചെയ്തു? ഹാറായിപ്പോയി. എല്ലായിടത്തും തോറ്റുപോയാൽ പിന്നെ നമുക്ക് കന്നുകാലിയെ മേച്ച് നടക്കാനല്ലേ പറ്റൂ? കാറ്റിൽ ഫെയർ എവിടെയും തോറ്റുപോയാൽ നമ്മൾ ഹാറായി കഴിഞ്ഞാൽ നമ്മൾ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? കാറ്റിലിനെ മേയ്ക്കാനേ നമുക്ക് സമയം കാണുള്ളൂ എന്ന് ആലോചിക്കുക. അപ്പോൾ സോണിപൂർ കാറ്റിൽ ഫെയർ എവിടെയെന്ന് ചോദിച്ചാൽ അത് ബീഹാറിലാണെന്ന് അങ്ങനെ പഠിച്ചു വയ്ക്കുക. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് കുംഭമേള. ഏറ്റവും വലിയ ഒരു ഫെയർ പോലെ, ഫെസ്റ്റിവൽ പോലെ നടക്കുന്ന സാധനമാണ് കുംഭമേള. അതെവിടെയൊക്കെയാണ്? നമ്മുടെ വലിയ ഇങ്ങനത്തെ നമ്മുടെ റിച്വൽസ് ആയിട്ട് സ്പിരിച്വൽ പ്ലേസസ് ആണെന്ന് ആലോചിക്കുക. ഒന്ന് ഉജ്ജയിൻ, അത് കഴിഞ്ഞ് ഹരിദ്വാർ, അത് കഴിഞ്ഞ് നമുക്ക് പ്രയാഗ്രാജ് പറയാം. പ്രയാഗ്രാജ് എന്ന് പറഞ്ഞാൽ അലഹബാദ് കേട്ടോ, ഇപ്പോഴത്തെ പേര് പ്രയാഗ്രാജ്. ഉജ്ജയിൻ, ഹരിദ്വാർ, പ്രയാഗ്രാജ്. അതുപോലെ തന്നെ എവിടെയാണ്? നാസിക് അല്ലേ? നാസിക്, ഉജ്ജയിൻ, പ്രയാഗ്രാജ് എന്നാലോചിക്കുക. നാസിക്, ഉജ്ജയിൻ, പ്രയാഗ്രാജ്, ഹരിദ്വാർ. പ്രയാഗ്രാജ് ഇത്രയിടത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുംഭമേള ആഘോഷിക്കുന്നത് അല്ലേ? കുംഭമേള ആഘോഷിക്കുന്നത് നമ്മുടെ മോങ്സ് ഒക്കെ ചേർന്നിട്ട് ആഘോഷിക്കുന്ന സംഭവമാണ് കുംഭമേള. ഉജ്ജയിൻ, നാസിക്, ഹരിദ്വാർ, പ്രയാഗ്രാജ്. അപ്പോൾ ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഹരിയാനയുടെ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ? ഗുഗ്ഗ ഫെയറും സൂരജ് കുണ്ട് ക്രാഫ്റ്റ് മേളയും. പിന്നെ പറയാനാണെങ്കിൽ ഗംഗാസാഗർ മേള എന്ന് പറയുന്ന ഒരു ഫെയർ. ഗംഗാസാഗർ ഫെയർ, ഗംഗാസാഗരം ഒഴുകി എത്തുന്ന സ്ഥലം, ലാസ്റ്റ് എത്തുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലെ ഫെയറിനെയാണ് നമ്മൾ ഗംഗാസാഗർ ഫെയർ എന്ന് പറയുന്നത് കേട്ടോ. ഗംഗാസാഗർ ഫെയർ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ ഫെയർ ആണ്. അപ്പോൾ ഇത്രയും കാര്യം കൂടെ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ചിരിക്കുക. എന്നാലും ഫസ്റ്റ് ടോപ്പിക്ക് നമ്മുടെ അവാർഡ്സ്, സെക്കൻഡ് ടോപ്പിക്സ് നമ്മുടെ എക്സസൈസ്, തേർഡ് ടോപ്പിക്ക് ഫെയർ ആൻഡ് ഫെസ്റ്റിവൽസ് എന്ന് ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ? അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്തെന്താ വന്നിരിക്കുന്നത്? മുഹറം ഈസ് ഇൻ വിച്ച് മന്ത് അക്കോർഡിംഗ് ടു ഇസ്ലാമിക് കലണ്ടർ. നമുക്ക് നോർമലി ചോദിച്ചുകൊണ്ടിരുന്ന ഹിന്ദു കലണ്ടർ ആയിരുന്നു. ഇത്തവണ ഇപ്പോൾ ഇസ്ലാമിക് കലണ്ടറും ചോദിച്ചു. അപ്പം നമ്മൾ ബേസിക്കലി എന്തും പഠിക്കണം? ഹിന്ദു കലണ്ടറും പഠിക്കണം, ഇസ്ലാമിക് കലണ്ടറും കൂടെ ഇനി പഠിക്കുന്നവർ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. മനസ്സിലാവുന്നുണ്ട്? അതായത് നോർമലി നമ്മുടെ അടുത്ത് ജനുവരി, ഫെബ്രുവരി മാസം അല്ല ചോദിക്കുന്നത്, എപ്പോഴും ഹിന്ദു മാസങ്ങളാണ് അല്ലേ? ഫൽഗുണ, ചൈത്ര, അങ്ങനെ പറഞ്ഞ് കാർത്തിക്, അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും നമുക്ക് ചോദിച്ചുകൊണ്ടിരുന്നതും അല്ലേ? അപ്പം ഇപ്പം ഹിന്ദു കലണ്ടർ പോലെ തന്നെ എന്തും ചോദിച്ചു തുടങ്ങി ഇസ്ലാമിക് കലണ്ടർ. എന്താ ഇസ്ലാമിക് കലണ്ടറിൻ്റെ പേര്? ഹിജ്രി കലണ്ടർ. കണ്ടോ? ഹിജ്രി കലണ്ടർ എന്നാണ് നമ്മൾ ഇസ്ലാമിക് കലണ്ടറിനെ പറയുന്നത്. ഹിജ്രി മാസങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കലണ്ടറും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഇനി മുതൽ പഠിക്കുന്നവർ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചോ. അതും കൂടെ പഠിക്കാനായിട്ടാണ് പറയുന്നത് കേട്ടോ. ആ ഒരു കാര്യം കൂടെ പഠിക്കണം. അപ്പോൾ മുഹറം വരുന്നത്, നമ്മുടെ മുഹറം എന്ന് പറയണ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ? നമുക്ക് ഈ മാസം ആണ് വരാൻ പോകുന്നത്, അടുത്ത ആഴ്ച എന്തോ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ മുഹറം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് മാസത്തിലാണ് മുഹറം ഇസ്ലാമിക് കലണ്ടറിൽ ആഘോഷിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഫസ്റ്റ് മാസമാണ്. അവരുടെ ഫസ്റ്റ് മന്താണ് ശരിക്കും പറഞ്ഞാൽ മുഹറം. ഇസ്ലാമിക് കലണ്ടറിൻ്റെ ഫസ്റ്റ് മന്താണ് മുഹറം. അതായത് അവരുടെ ഫസ്റ്റ് മന്ത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ജൂലൈ നിന്നെന്ന് ആലോചിക്കുക. ജൂലൈ തൊട്ടാണ് അവരുടെ മാസങ്ങൾ തുടങ്ങുന്നതെന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പോൾ ജൂലൈയിലാണ് നമ്മുടെ എന്ത് വരുന്നത്? മുഹറം. ഈ മാസമല്ലേ മുഹറം? അതെ. അപ്പോൾ അതുകൊണ്ടാണ് ജൂലൈയിലാണ് മുഹറം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം മുഹറം സെലിബ്രേറ്റ് ചെയ്യുന്നത് മുഹറം മാസത്തിൽ തന്നെ. മുഹറം എന്ന് പറയുന്നത് ഇസ്ലാമിക് കലണ്ടറിൽ മുഹറം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതാണെന്ന് ആലോചിക്കുക. ഇതുപോലെയാണ് റംസാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത്. റംസാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് റംദാൻ മാസത്തിലാണ് കേട്ടോ. റമദാൻ മാസത്തിലാണ് റംസാൻ.
മുഹറം സെലിബ്രേറ്റ് ചെയ്യണം മുഹറം മാസത്തിൽ തന്നെ. ഇസ്ലാമിക് കലണ്ടറിൽ മുഹറം എന്ന് തന്നെയാണ് പറയുന്നത്. അതെന്താണ്? പക്ഷേ ഇംഗ്ലീഷ് കലണ്ടറിൽ ജൂലൈ ആണ്. അതുപോലെ തന്നെ അവരുടെ എന്താണ്? ഫസ്റ്റ് മാസമാണ് ശരിക്കും പറഞ്ഞാൽ മുഹറം. മുഹറത്തിൽ തുടങ്ങുന്നു എന്നാണ് പറയുന്നത് അവർ കേട്ടോ. മുഹറത്തിലാണ് അവരുടെ മാസങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി റംസാൻ പറഞ്ഞത് അവരുടെ റംദാൻ മാസമാണ്. റമദാൻ മാസം എന്ന് പറയുന്നത് 9ാമത്തെ മാസമാണ് കേട്ടോ. 9ാമത്തെ മാസമാണ് റംദാൻ മാസം. 9ാമത്തെ മാസമാണ് റമദാൻ മാസം. അത് കഴിഞ്ഞ് 10ാമത്തെ മാസമാണ് ഷവ്വൽ മാസം. ഷവ്വൽ മാസം. ഓക്കെ, ഷവ്വൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഷവ്വലിലാണ് അവരെന്ത് ആഘോഷിക്കുന്നത്? ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. അപ്പോൾ അവരുടെ എത്രാമത്തെ മാസം? 10ാമത്തെ മാസമാണ് കേട്ടോ. 10ാമത്തെ മാസത്തിലാണ് അവരെന്ത് ആഘോഷിക്കുന്നത്. നമ്മുടെ പോലെ തന്നെ 12 മാസത്തെ കലണ്ടർ തന്നെയാണുള്ളത്. തുടങ്ങുന്നത് മുഹറത്തിലും എൻഡ് ചെയ്യുന്നത് ഏതിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുൽഹിജ്ജ എന്ന് പറയുന്ന ദുൽഹിജ്ജ. തുടങ്ങുന്നത് മുഹറത്തിലും എൻഡ് ചെയ്യുന്നത് ദുൽഹിജ്ജയിലുമാണ് കേട്ടോ. ദുൽഹിജ്ജ ഹിജ്ജ മാസത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. മുഹറത്തിൽ തുടങ്ങി ദുൽഹിജ്ജയിലാണ് അവസാനിക്കുന്നത്. 12ാമത്തെ മാസമാണ് ദുൽഹിജ്ജ. അത് ഏതിലായിരിക്കും? ജൂൺ മാസമാണ് കേട്ടോ. ജൂൺ മാസത്തിലാണ് എൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ജൂൺ മാസത്തിൽ എൻഡ്, ജൂലൈയിൽ തുടങ്ങി ജൂണിൽ എൻഡ് ചെയ്യുന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. ദുൽഹിജ്ജ ആ ഒരു രീതിക്ക്. ഓക്കെ, ദുൽഹിജ്ജയിലാണ് എന്ത് വരുന്നത്? ബക്രീദ് വരുന്നത്. ഈ കഴിഞ്ഞ ബക്രീദ് വന്ന് നിന്നില്ലേ, അത് ദുൽഹിജ്ജ മാസത്തിലാണ്. ബക്രീദ് വരുന്നത് ദുൽഹിജ്ജ മാസത്തിലാണ്. ബക്രീദിന് അവർ പറയുന്നത് എന്താ? ഈദുൽ അദ എന്നാണ് പറയുന്നത്. ഈദുൽ അദ അവർ സാക്രിഫൈസ് ചെയ്യുന്ന സമയമാണ് അല്ലേ. സാക്രിഫൈസ് കൊടുക്കുന്നത്, അതായത് മാംസമൊക്കെ കൊടുക്കുന്ന, മീറ്റൊക്കെ കൊടുക്കുന്ന ആ സമയമാണ് കേട്ടോ. സാക്രിഫൈസസ്, നമ്മുടെ ദാനധർമ്മം അങ്ങനത്തെ കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ജൂൺ മാസം ബക്രീദായിട്ട് ആഘോഷിക്കുന്ന ദുൽഹിജ്ജ മാസമാണ്, ലാസ്റ്റ് മാസമാണ്. അത് കഴിഞ്ഞ് 9ാം മാസത്തിലാണ് റംസാൻ അല്ലെങ്കിൽ റമദാൻ മാസം എന്ന് പറയുന്നത്. 10ാം മാസത്തിലാണ് ഷവ്വൽ മാസം എന്ന് പറയുന്നത്. അന്നാണ് അവർ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. ഫീസ്റ്റ് പോലെ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ മുഹറം ഇസ്ലാമിക് കലണ്ടർ കുറച്ചും കൂടെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്തായാലും ഇത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് മുഹറത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇസ്ലാമിക് കലണ്ടർ കുറച്ചും കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചോണം അടുത്തത് തൊട്ട്. ഓക്കെ, ഇത്രയും കാര്യമാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാൽദീവ്സ് സിറ്റുവേറ്റഡ് ഇൻ ദ സൗത്ത് ഓഫ് വിച്ച് ഐലൻഡ് ഓഫ് ഇന്ത്യ എന്നാണ് ചോദിക്കുന്നത്. മാൽദീവ്സ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് വെച്ചാൽ മാൽദീവ്സ് ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത്? എവിടെയാണ് മാൽദീവ്സ് വരുന്നത്? ലക്ഷദ്വീപിൻ്റെ സിറ്റുവേറ്റഡ് ഇൻ ദ സൗത്ത് ഓഫ് വിച്ച് ഐലൻഡ് ഓഫ് ഇന്ത്യ. നമ്മുടെ ലക്ഷദ്വീപ് ഇരിക്കുന്നതിൻ്റെ താഴെ ആയിട്ടാണ് ആര് വരുന്നത്? മാൽദീവ്സ് വരുന്നത് കേട്ടോ. ലക്ഷദ്വീപ് ഇരിക്കുന്നത് ഏത് സ്ഥലത്താണ്? നമ്മുടെ അറേബ്യൻ സീയിലാണ് അല്ലേ. അറേബ്യൻ സീയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗമല്ലേ നമ്മുടെ വെസ്റ്റേൺ റീജിയൻ, വെസ്റ്റ് ഭാഗത്തിലാണ് ആരുള്ളത്? അറേബ്യൻ സീയും അതുപോലെ തന്നെ, അതായത് ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തിലാണ് അറേബ്യൻ സീയും അതുപോലെ തന്നെ എന്തുള്ളത്? ലക്ഷദ്വീപൊക്കെ നിൽക്കുന്നത്. ആ ലക്ഷദ്വീപിൻ്റെ സദേൺ പാർട്ടിലാണ് ആര് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത്? മാൽദീവ്സ് ഉള്ളത് കേട്ടോ. സദേൺ ഭാഗത്തിലോട്ടാണ് മാൽദീവ്സ് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പുറത്തെ സൈഡ് ബേ ഓഫ് ബംഗാൾ ഉള്ള സൈഡിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ്. അത് അപ്പുറം സൈഡാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ബംഗാളിൻ്റെ സൈഡിലാണ് ബേ ഓഫ് ബംഗാൾ, അതിൻ്റെ കൂടെയാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, അതിൻ്റെ സൗത്തിലോട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം അവിടെ മനസ്സിലാക്കുക. ഇത് ഐലൻഡ് നമ്മുടെ ഇന്ത്യയെ പറ്റിയുള്ള ജോഗ്രഫിക്കൽ കാര്യമായിട്ട് ചോദിച്ചതാണ്. അപ്പോൾ അതെന്താണ്? ജോഗ്രഫി പോർഷനാണ് ശരിക്കും പറഞ്ഞാൽ. ജോഗ്രഫി പോർഷനിൽ എന്ത് വേണോ ചോദിക്കാം? നമ്മുടെ സീ, ഓഷ്യൻസ്, അതുപോലെ തന്നെ നമ്മുടെ ബൗണ്ടറീസ്, നെയ്ബറിങ് കൺട്രീസ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക? ജോഗ്രഫിന്ന് പഠിക്കാൻ ശ്രമിക്കുക. ജോഗ്രഫി എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കുമ്പോൾ നിങ്ങൾ റിവേഴ്സ് പഠിച്ചിരിക്കണം, സോയിൽസ് പഠിച്ചിരിക്കണം, അതുപോലെ പ്ലാനറ്റ്സ് പഠിച്ചിരിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും അവിടെ നിന്ന്. പിന്നെ കൺട്രി മൊത്തത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത്, അതായത് മാപ്പ് എടുത്ത് വെച്ചിട്ട് മാപ്പ് ഒന്ന് കംപ്ലീറ്റ്ലി സ്റ്റഡിയും കൂടെ ചെയ്തിരിക്കണം നിങ്ങൾ. ഓക്കെ, അത്രയും കാര്യം. അതിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണത്. അടുത്തത് ഇനി ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടോ? ബിർസ മുണ്ട സ്റ്റേഡിയം ലൊക്കേറ്റഡ് എവിടെ നിന്ന് വന്നതാണ്? ഉറപ്പായിട്ടും സ്പോർട്സിന്റെ ഭാഗത്തുനിന്ന് വന്നതാണ്. സ്പോർട്സിൽ ചോദിച്ചത് ബിർസ മുണ്ട സ്റ്റേഡിയം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. നമ്മുടെ എന്തുകൊണ്ട് ബിർസ മുണ്ട ചോദിച്ചതെന്നാൽ ലാർജ് എന്താണ് വേൾഡിൽ തന്നെ ഏറ്റവും ലാർജ് സീറ്റഡ് ആയിട്ടുള്ള അല്ലേ, ഒരുപാട് ഫുള്ളി സീറ്റഡ് ആയിട്ടുള്ള സ്റ്റേഡിയം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ബിർസ മുണ്ട സ്റ്റേഡിയമാണ്. അതെവിടെയാണ്? ഒഡീഷയിലാണ് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒഡീഷ റൂർക്കേല അല്ലേ. റൂർക്കേല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ ആദ്യമായിട്ട് ഇൻഡസ്ട്രി ഒക്കെ വന്ന സ്ഥലങ്ങൾ അല്ലേ. ഇൻഡസ്ട്രി നമ്മുടെ ഈ മിനറൽ ഇൻഡസ്ട്രി ഒക്കെ വന്ന സ്ഥലമാണ്. അപ്പോൾ ഒഡീഷ റൂർക്കേലാണ്. ഈ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസ മുണ്ട എന്ന് പറയുന്ന ഒരു ഹോക്കി സ്റ്റേഡിയമാണ്. ബിർസ മുണ്ട എന്ന് പറഞ്ഞ പേര് കൊടുക്കാൻ കാരണം പുള്ളിക്കാരൻ എന്താണ്? ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നുകൊണ്ട് ആ പേര് എന്ത് ചെയ്തു? ആ ഒരു റെസ്പെക്റ്റിന്റെ പുറത്തിൽ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഒഡീഷ റൂർക്കേലാണ്
ഇവിടെ എന്ത് വരുന്നത്, ബിർസ മുണ്ട സ്റ്റേഡിയം വരുന്നത്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് സീറ്റഡ് ആയിട്ടുള്ള ഫുള്ളി സീറ്റഡ് ഹോക്കി സ്റ്റേഡിയം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലാർജസ്റ്റ് വേൾഡ്സ് ലാർജസ്റ്റ് ഫുള്ളി സീറ്റഡ് ഹോക്കി സ്റ്റേഡിയം ഏതെന്ന് ചോദിച്ചാൽ അതാണ് ശരിക്കും പറഞ്ഞ ബിർസ മുണ്ട സ്റ്റേഡിയം എന്ന് പറയുന്നത് ഹോക്കി സ്റ്റേഡിയമാണ്. എവിടെയാണ്? ഒഡീഷ റൂർക്കേലയിലാണ്. ഒഡീഷ റൂർക്കേലയിലാണ്. അത് അങ്ങനെയാണെങ്കിൽ ഹയസ്റ്റ് ഹോക്കി സ്റ്റേഡിയം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഹോക്കി സ്റ്റേഡിയം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിലാരു ആണ് കേട്ടോ. ഷിലാരു അതെവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ഹിമാചൽ പ്രദേശ് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്, ഹിമാചൽ പ്രദേശിലാണ്. അതാണ് ഹയസ്റ്റ് ഹോക്കി സ്റ്റേഡിയം ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയുടെ ഹയസ്റ്റ് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന 8000 മീറ്റർ വരെ പൊക്കത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലമാണ് ഷിലാരു ഹോക്കി സ്റ്റേഡിയം എന്ന് പറയുന്നത് കേട്ടോ. ഷിലാരു ഹോക്കി സ്റ്റേഡിയം ആണ് പറയുന്നത്, ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ഹോക്കിയുടെ കാര്യത്തിൽ മനസ്സിലായി. ഹോക്കിയിൽ എത്ര പ്ലേയേഴ്സാണ്? 11 പ്ലേയേഴ്സാണ് പ്ലേ ചെയ്യുന്നത്. ആ കാര്യമൊക്കെ അറിയാമല്ലോ, 11 പ്ലേയേഴ്സാണ്. പിന്നെ ഹോക്കിയുടെ നമ്മുടെ കപ്പുകൾ പറയുകയാണെങ്കിൽ ഏതൊക്കെയുണ്ട്? അഗാഖാൻ കപ്പുണ്ട്, ധ്യാൻ ചന്ദ് അല്ലെ, വിസാഡ് എന്നറിയപ്പെടുന്ന ഹോക്കിയുടെ ഇതിഹാസം അല്ലെങ്കിൽ വിസാഡ് എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിന്റെ പേരിലുള്ള ധ്യാൻ ചന്ദ് കപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ബെയ്റ്റൺ കപ്പൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. ബെയ്റ്റൺ കപ്പ് അല്ലെ, ബെയ്റ്റൺ കപ്പ്, അഗാഖാൻ കപ്പ് ഇതെല്ലാം ഏതിലാണ് വരുന്നത്? ശരിക്കും പറഞ്ഞ അഗാഖാൻ കപ്പ്. അതുപോലെ റേഡി രത്തൻ ടാറ്റ കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കപ്പ്, ടാറ്റ കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കപ്പുകളെല്ലാം ഏതിലാണ്? പിന്നെ ധ്യാൻ ചന്ദ് കപ്പൊക്കെ നമ്മുടെ ഹോക്കിയിലുള്ളതാണ് കേട്ടോ. ധ്യാൻ ചന്ദ് കപ്പ് ഹോക്കിയിലെ നമ്മുടെ ഫീൽഡ് ഗെയിം എന്ന് പറയുന്ന ഏറ്റവും നമ്മുടെ നാഷണൽ ഗെയിമായിട്ട് നമ്മളിപ്പം ഇത്രയും നാൾ എന്താണ് റിക്കഗ്നൈസബിൾ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ഓൾഡസ്റ്റ് ഗെയിം ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാലും ഏത് തന്നെയാണ്? നമ്മുടെ ഇന്ത്യയുടെ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഫീൽഡ് ഹോക്കിയാണ്. പാകിസ്ഥാൻ്റെ ഏത് തന്നെയാണ്? ഫീൽഡ് ഹോക്കി തന്നെയാണ്. 11 പ്ലേയേഴ്സ് ആണുള്ളത്. ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുക. പിന്നെ ഇനി നമ്മൾ ആലോചിക്കേണ്ട കാര്യം 2023 ഹോക്കിയുടെ പ്ലേയേഴ്സ്, അതായത് ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹോക്കിയിൽ എന്താണ് പ്ലെയർ ഓഫ് ദ ഇയർ 2023 എന്ന് പറയാൻ പറ്റുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലെയർ ഓഫ് ഇയർ 2020 പ്ലെയർ ഓഫ് ഇയേഴ്സിന് തിരഞ്ഞെടുക്കുമല്ലോ, അതിൽ വന്നതാണ് പ്ലെയർ ഓഫ് ഇയർ ഹാർദിക് സിംഗും സലീമ തേത്തേയും ആണ് കേട്ടോ. ഹാർദിക് സിംഗ് ആണ്ട് മെൻ കാറ്റഗറിയിൽ ഹാർദിക് സിംഗും അല്ലാത്തതിൽ സലീമ തേത്തേ എന്ന് പറയുന്ന ആളുമാണ് കേട്ടോ. സലീമ തേത്തേ. അപ്പോൾ ഇവർ രണ്ടുപേരെയും പേര് കേട്ട എവിടെയാണെന്ന് നിങ്ങൾ ആലോചിക്കണം, ഹോക്കിയിലാണെന്ന് ആലോചിക്കണം കേട്ടോ. സലീമ തേത്തയും ഹാർദിക് സിംഗും സലീമ തേത്തയും ഹോക്കി പ്ലെയർ ഓഫ് ഇയർ 2023 വാങ്ങിയ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ മറക്കാതെ തന്നെ പഠിച്ചോണം. ഓക്കെ, ആ കാര്യം കൂടെ ഹോക്കിയുടെ കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ് നമ്മുടെ ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ നമ്മുടെ ടീം എന്ത് ചെയ്യുന്നുണ്ട്? പങ്കെടുക്കുന്നുണ്ട് അല്ലേ? ഹോക്കി ടീം പങ്കെടുക്കുന്നുണ്ട്. ആ ഹോക്കി ടീമിനെ ക്യാപ്റ്റൻ, നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ നാഷണൽ ക്യാപ്റ്റൻ ആരാണ്? ശരിക്കും പറഞ്ഞാൽ നാഷണൽ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരെന്ന് വെച്ചാൽ ഹർമൻപ്രീത് സിംഗ് ആണ് അല്ലേ? ഹർമൻപ്രീത് സിംഗ് ആണ് കേട്ടോ. നമ്മുടെ ക്യാപ്റ്റനാണ്, നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ്, നാഷണൽ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് സിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഹർമൻപ്രീത് സിംഗ് ക്യാപ്റ്റനാണ്. ഇപ്പോൾ നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കി ടീം സെലക്റ്റഡ് ആയിട്ടുമുണ്ട്. അപ്പോൾ ആ കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഇത് 2023 പ്ലെയർ ഓഫ് ഇയർ, നല്ല പ്ലെയേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ അഥവാ തന്ന് ചോദിച്ചാലും ഇപ്പോൾ ഹോക്കിയിലേക്ക് ഓരോ പ്ലെയേഴ്സിനെ നല്ലപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ ഗെയിം നമ്മുടെ മെയിൻ ഗെയിംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, ഫുട്ബോള്, അതുപോലെ തന്നെ നമ്മുടെ ഹോക്കി, ഇങ്ങനത്തെ കുറേ ഗെയിംസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ നിങ്ങളുടെ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റും കൂടെ എടുത്ത് വെച്ചേക്കണം, ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ ഇതിലല്ലാത്ത പ്ലെയേഴ്സ് ഏതെന്നൊക്കെ പറഞ്ഞ് തരും. റെസ്ലിങ്, അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റിങ്, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. സ്പോർട്സിൻ്റെ ടേം എടുക്കുമ്പോൾ തന്നെ ആ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ച് പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീസെൻ്റ്ലി എന്തെങ്കിലും ഒരു എന്താണ് പ്രത്യേകത ആ സ്റ്റേഡിയത്തിന് വന്നിട്ടുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഒഡീഷയുടെ ഗവർണറെയാണ് കേട്ടോ. ഒഡീഷയുടെ ഗവർണറാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒഡീഷയുടെ ഗവർണർ, ഒഡീഷ പറഞ്ഞുകൊണ്ട് പറയുന്നത് രഘുബർ ദാസ്. ഓക്കെ, രഘുബാർ ദാസ്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ബാറിൽ ഓടിപ്പോകുന്നു, ഓടുക. ഒഡീഷ എന്ന് കേൾക്കുമ്പോൾ ഓടുക എന്ന് ആലോചിക്കുക. അപ്പോൾ രഘു ബാറിലേക്ക് ഓടി. അപ്പോൾ അങ്ങനെ ആലോചിച്ച് രഘുബർ ദാസ് ഏതിലെയാണ്? ഒഡീഷയുടെ ഗവർണറാണെന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തന്നെ പേരുകൾ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ.
ഗവർണർ അപ്പോൾ ഒഡീഷയുടെ രഘുബർ ദാസ് ആണ്. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്താണ്? ഫോക്ക് ഡാൻസ്. അടുത്ത മെയിൻ ടോപ്പിക് ആണല്ലേ, നമ്മുടെ മേജർ ടോപ്പിക്സിലാണ് അടുത്ത് വരുന്നത്. മേജർ ടോപ്പിക്സ് ഏതാണ്? നമ്മുടെ ഫോക്ക് ഡാൻസ് തന്നെയാണ്. എല്ലാ എക്സാമിനേഷനിലും ഡാൻസ് ചോദിക്കാതിരുന്നിട്ടില്ല, അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് ചോദിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ അതെന്താണ്, നമ്മുടെ എല്ലാ എക്സാംസിനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ്, നിങ്ങൾ സ്റ്റാർ ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഫോക്ക് ഡാൻസ്. അപ്പോൾ മണിപ്പൂരിലെ ഫോക്ക് ഡാൻസ് ആണ് ചോദിച്ചത്, അതിനെക്കുറിച്ചിട്ടുള്ള എന്തോ ഒരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പോൾ എന്താണ്? ജാഗോയ്, ചൊല്ലം, രാസ്ലീല. ജാഗോ, ചൊല്ലോം, രാസ്ലീല. ഇത്ര എവിടത്തെയാണ്? മണിപ്പൂരിലെ ഫോക്ക് ഡാൻസ് എന്ന് പഠിക്കുക. ഓക്കെ, ഇങ്ങനത്തെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് നിങ്ങൾ കുറച്ച് മുൻഗണന കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏകദേശം ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ ചോദിക്കുന്നതായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, നമ്മുടെ 7 സിസ്റ്റേഴ്സിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചോണം. പിന്നെ ആ ഒരു നോർത്ത് വെസ്റ്റേൺ റീജിയനിലൊക്കെ ഉള്ള സ്റ്റേറ്റ്സും കൂടെയൊക്കെ മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, മണിപ്പൂർ ഫോക്ക് ഡാൻസ് റിലേറ്റഡ് ജാഗോയി, ചൊല്ലോം, രാസലീല. ഇത്രയാണ് ഇവിടുത്തെ മണിപ്പൂർ. പിന്നെ മണിപ്പൂരിന്റെ ഒഫീഷ്യൽ ഡാൻസ് ഫോം ഉണ്ടല്ലേ, ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്, മണിപ്പൂരി. അപ്പോൾ ഈ ഫോക്ക് ഡാൻസ് ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചാൽ മതി, ജാഗോയ്, ചൊല്ലോം, രാസ്ലീല. പിന്നെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവരെന്തെങ്കിലും എന്താണ് നമ്മൾ പറയുന്നില്ലേ, ഏതെങ്കിലും ഇപ്പോൾ ട്രൈബ്സ് റിലേറ്റഡ് ആണോ നോക്കുക. ഇവർ ഏതെങ്കിലും ട്രൈബൽ ഗ്രൂപ്പാണ് ഇത് കളിക്കുന്നതെങ്കിൽ അത് എടുത്ത് തന്നെ, എന്ന് വെച്ചാൽ നോട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ട്രൈബൽ ഗ്രൂപ്പ്സും അവരുടെ ഡാൻസ് ഫോമും. അപ്പോൾ അതങ്ങനെ ചോദിക്കും, ഏത് ട്രൈബൽ ഗ്രൂപ്പാണ് ഈ ഡാൻസ് ഫോം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ട് അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫോക്ക് ഡാൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ എടുത്ത് പഠിക്കണം, ട്രൈബ്സിനെയും കൂടെ എടുത്തൊന്ന് എന്ത് ചെയ്യുക, നോക്കിക്കോണം. ട്രൈബ്സും കൂടെ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിക്കോണം. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് മിസോറാമിൻ്റെ ഡാൻസ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് തന്നതാണ്, മണിപ്പൂർ പറഞ്ഞുകൊണ്ട് മിസോറാമും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. മണിപ്പൂരിൽ എന്താണ്? ചേര, കുല്ലാം, ചെല്ലാം. ഇങ്ങനെ ആലോചിക്കുക, ചൈലം. ഓക്കെ, ചേര ഡാൻസ് അവിടുത്തെ ബാംബു ഡാൻസ് ആണ്. ഇങ്ങനെ പറയുന്നുണ്ട്, മാർഷ്യൽ ഡാൻസ് ഉണ്ട്, ബാംബു ഡാൻസ് ഉണ്ട്, മാസ്ക് ഡാൻസ് ഉണ്ട്. അങ്ങനെ പല പല ടൈപ്പ് ഡാൻസുകളുണ്ട്, അല്ലെങ്കിൽ വിമൺസ് കളിക്കുന്ന ഡാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ഏതാണ്? ഹാർവസ്റ്റ് ഡാൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പേരുൾപ്പെടെ തരും. ബാംബു ഡാൻസ് ആണോ, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെയൊക്കെ ഓരോ പേര് പറഞ്ഞിട്ട് തരും. ബാംബു ആണോ, മാർഷ്യൽ ഡാൻസ് ആണോ, മാസ്ക് വെച്ചിട്ടുള്ള ഡാൻസ് ആണോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പേരുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യുക, എടുത്ത് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ ചേര എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാംബു ഡാൻസ് ആണ്, ഒരു ട്രഡീഷണൽ ബാംബു ഉപയോഗിച്ചിട്ടുള്ള സംഭവം, ഒരു കുത്തി കളിക്കുന്ന ഒരു സാധനമാണ് ചേര ഡാൻസ് എന്ന് പറയുന്നത്, ചേര. അപ്പൊ അത് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ പഠിക്കുക. ചേര, കുല്ലാം, കുള്ളാം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുക. ചെല്ലം, ചൈലം. ഓക്കെ, ചൈലം എങ്ങനെ വേണോ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ഈസി ആയിട്ട്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഈസി ആയിട്ട് രീതിയിൽ പഠിക്കുക. മിസ്സായി, മിസ്സോറാം, മിസ്സായി പോയി. ചേര മിസ്സായി പോയി. കൊള്ളാം, ചെല്ലാം എന്നൊക്കെ പറഞ്ഞ്, ചെല്ലാന്ന് പറഞ്ഞ കൊള്ളാം, ചെല്ലാന്ന് പറഞ്ഞിട്ട് പോലും എന്ത് ചെയ്തില്ല, മിസ്സായി പോയി. പോവാന്ന് പറഞ്ഞ സമയത്തും കൊണ്ട് ചേര എന്തായി, മിസ്സായി പോയി. ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം, ഏറ്റവും ഈസി എന്നുള്ള രീതിയിൽ പഠിക്കുക കേട്ടോ. ചെല്ലാം, കൊല്ലാം, ചേര. ഓക്കെ, ഈ ചെല്ലാം ഡാൻസ് എന്താണ്, ഒരു ചാപ്ചാർ കട്ട് എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ്, ഫെസ്റ്റിവലാണ് കേട്ടോ. ഈ ചാപ്ചാർ കട്ട് എന്ന് പറയുന്നത്, ചാപ്ചാർ കട്ട് ഫെസ്റ്റിവലാണ്. നമ്മൾ ഈ പറയുന്ന എന്താ, ഡാൻസ് ഫോമാ. ചേര, കൊള്ളാം, ചെല്ലം മിസോറാമിൻ്റെ ഡാൻസ് ആണ്. ഇതിൽ പറയുന്നത് ഇത് ബാംബു ഡാൻസ് ആണെന്ന് പറഞ്ഞു നമ്മൾ. ചെല്ലം കളിക്കുന്നത് ഏത് സമയത്താണ്? ചാപ്ചാർ കട്ട് എന്ന് പറയുന്ന ഒരു ചാപ്ചാർ കട്ട്. ഓക്കെ, ഈ കട്ടൊക്കെ വരുന്നത് ഏകദേശം ഈ ഒരു മിസോറാം ഏരിയയിലായിരിക്കും. അപ്പോൾ ഈ ചാപ്ചാർ കട്ട് എന്ന് പറയുന്ന ഡാൻസ് ഫോം അതിൽ വരുന്നതാണ് ആ ഒരു ഫെസ്റ്റിവൽ. അതായത് ചാപ്ചാർ കട്ട് ഫെസ്റ്റിവൽ നടക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ചെല്ലം എന്ത് പറഞ്ഞാൽ ഫോക്ക് ഡാൻസ് അതിൽ ഉൾപ്പെടുത്തിയാണ് അവർ കളിക്കുന്നത്. അപ്പം അങ്ങനെ ചോദിക്കും, ഫെസ്റ്റിവലിൻ്റെ ഇടയിൽ കളിക്കുന്ന ഡാൻസാണ്, ചാപ്ചാർ കട്ടിൻ്റെ ഇടയിൽ കളിക്കുന്ന ഡാൻസാണ് ചെല്ലം ഡാൻസ്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫെസ്റ്റിവലാണ് ചാപ്ചാർ കട്ട്. പിന്നെ ഉണ്ട് മീം കട്ട്, മീം MIM. ഈ മീം കട്ട് അവിടുത്തെ ഒരു മിസോറാമിലെ തന്നെ ഒരു ഡാൻസ് ആണ് കേട്ടോ. മിസോറാമിലെ തന്നെ ഒരു ഫെസ്റ്റിവൽ ചാപ്ചാർ കട്ടും മീം കട്ടും. പിന്നെ തഫ്ലോങ് കട്ട് എന്ന് പറയുന്ന 3 കട്ടുകളാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ മിസോറാമിൻ്റെ നമ്മുടെ ഏതായിട്ട് വരുന്ന ഫെസ്റ്റിവൽസ് ആയിട്ട് വരുന്ന ചാപ്ചാർ കട്ട്, മീം കട്ട്, അത് കഴിഞ്ഞ് തഫ്ലാങ് കട്ട് എന്ന് പറയുന്ന 3 സാധനങ്ങളാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് പഠിക്കുക. ഓക്കെ, ഇനി ലക്ഷ്മിബായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ്, ജബൽപൂർ. അത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നുള്ള രീതിയിൽ വന്നതാണ്, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കുക, എന്തെങ്കിലും ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഫാക്റ്റ് അവിടെ വന്നതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചോദിക്കാൻ കാരണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം. മധ്യപ്രദേശ് ജബൽപൂരിലാണ് എന്തായാലും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റുവേറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ചോദിച്ചതായിരിക്കാം.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. ഇനി NNPയുടെ ഫോർമുല നമ്മൾ എക്കണോമിക് സെഷനിൽ പഠിപ്പിച്ചതാണ് ഞാനിത്. അപ്പോൾ എന്താ പറഞ്ഞത്? GNP മൈനസ് ഡെപ്രസിയേഷൻ അല്ലേ, നെറ്റ് നാഷണൽ NNP എന്ന് പറഞ്ഞാൽ എന്താ? NNP എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കേട്ടോ, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഇതെന്താണെന്നായിരുന്നു ചോദിച്ചത്, ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഓപ്ഷൻ ആയിരുന്നു, ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ GNP മൈനസ് ഡെപ്രസിയേഷൻ, ഡെപ്രസിയേഷൻ എന്തോ ഒന്ന് കുറയ്ക്കണം. നെറ്റ് എന്ന് പറയുന്നത് ഹോൾ എന്നുള്ള അർത്ഥമാണ്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡൊമസ്റ്റിക് എന്നുള്ള മീനിങ് ആണ് കേട്ടോ ഗ്രോസ്. നെറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇവിടെ താമസിക്കുന്ന ഒരാൾ, അതായത് നമ്മുടെ ഇപ്പം ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരാൾ ഇവിടെ ബിസിനസ് തുടങ്ങുന്നതും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഓവർസീസിൽ പോയി ബിസിനസ് തുടങ്ങി കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. എക്കണോമിക് സെക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണിത്. അപ്പം അവിടെ പോയി ഉണ്ടാക്കിയ പൈസയും ലാസ്റ്റ് എവിടുത്തെ പൈസയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ഇന്ത്യയുടെ പൈസയാണ്. ഇന്ത്യയുടെ സിറ്റിസൺസ് പുറത്തു പോയി ഉണ്ടാക്കുന്ന പൈസയും അതുപോലെ തന്നെ ഇവിടെ കട നടത്തി ഉണ്ടാക്കുന്ന പൈസയും നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. അത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. പക്ഷേ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉണ്ടാക്കുന്നത് മാത്രം, പുറത്തു പോകുന്നതില്ല, ഇവിടെ ഉണ്ടാക്കുന്നത് മാത്രം. ഇവിടെ ഉള്ള ആൾ അല്ലെങ്കിൽ ഇപ്പം പുറത്തുള്ള ഒരാൾ ഇവിടെ വന്ന് കമ്പനി തുടങ്ങി ഇവിടെ ഉണ്ടാക്കുന്നതും എവിടുത്തെ പ്രോഡക്റ്റ് ആണ്? ഇന്ത്യയുടെ, അതായത് നമ്മുടെ ഡൊമസ്റ്റിക് ബൗണ്ടറി, നമ്മുടെ ഇന്ത്യയുടെ ബൗണ്ടറിക്കുള്ളിൽ ഉണ്ടാക്കുന്നത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റും. അത് കഴിഞ്ഞ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ ഉള്ള സിറ്റിസൺ പുറത്തു പോയി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു പ്രതിഫലം ഇവിടെ കിട്ടുന്നതും നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ എന്തായാലും അവിടെ പോയി ഉണ്ടാക്കിയതിൽ എന്താണ്? ഒരു ഡിപ്രസിയേഷൻ വരും. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് ആ ഒരു എമൗണ്ട് കുറയ്ക്കുമ്പോൾ, അതായത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നിന്ന് പുറത്തുനിന്നുള്ളതും കൂടെ കുറയ്ക്കുമ്പോഴേ എന്താവത്തുള്ളൂ? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആവും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ എക്കണോമിക്സ് സെക്ഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. എക്കണോമിക്സിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബിൽ തന്നെ ഇട്ടിരിക്കുന്ന എക്കണോമിക്സ് ക്ലാസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ്, വരേണ്ട ക്വസ്റ്റ്യൻസ് രീതിയിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇതിൽ പഠിക്കേണ്ട കുറേ ടേംസ് ഉണ്ട്. NNP ഉണ്ട്, GNP ഉണ്ട്, അതുപോലെ പല പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അങ്ങനെയൊക്കെ പറയുന്ന കുറേ ക്യാഷ് റിസർവ് റേഷ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞ ബാങ്ക് റേറ്റ്, അങ്ങനെ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എക്കണോമിക്സിൽ വരുന്നുണ്ട്. നിങ്ങൾ എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ കണ്ടത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എക്കണോമിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസും മാർക്കും ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ് എക്കണോമിക് സെക്ഷൻ ആണ്. അപ്പോൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യനെങ്കിലും എക്കണോമിക്സിൽ നിന്ന് വരാറുണ്ട്. ഒരു ക്വസ്റ്റ്യനെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസിലും എക്കണോമിക്സ് വരാറുണ്ട്, എല്ലാ ഷിഫ്റ്റുകളിലും വരാറുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് വന്ന സാധനമാണ് കൃഷ്ണ 1 രാഷ്ട്രകൂട ബിൽറ്റ് വിച്ച് ടെമ്പിൾ എന്നാണ് ചോദിക്കുന്നത്. കൃഷ്ണ 1 രാഷ്ട്രകൂട ബിൽറ്റ് വിച്ച് ടെമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? കൈലാസ ടെമ്പിൾ അറ്റ് എല്ലോറ. എത്രയോ പരീക്ഷകളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത എത്രയോ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാന്നുള്ളത്, പഠിക്കുന്നവർക്ക് നന്നായിട്ട് അറിയുന്നുള്ളതാണ്. കൈലാസ ടെമ്പിൾ അറ്റ് എല്ലോറ. എല്ലോറയിലെ കേവ്സിലെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ അർത്ഥം കിട്ടും അല്ലേ? കൈലാസ ടെമ്പിൾ അറ്റ് എല്ലോറ. ഒരുപാട് ഫേമസ് കേവ്സ് ഉണ്ടല്ലേ, എൻ്റെ അകത്ത് ഉള്ളിൽ ഒരുപാട് ഫേമസ് കേവ്സ് ഉണ്ട്. അതിൽ കൈലാസ ടെമ്പിൾ എന്ന് പറയുന്നത് എത്രാമത്തെ? കൈലാസ എന്ന് പറഞ്ഞാൽ ശിവന്റെ ടെമ്പിൾ ആണ് കേട്ടോ. കേവ് 16 ആണ്, കേവ് 16 ആണ്, കേവ് 16. ഓക്കെ, കേവ് 16 ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലോറ കേവ്സും അജന്ത കേവ്സും ഒക്കെ എവിടെയാണ്? എല്ലോറ അജന്ത കേവ്സ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. ഓക്കെ, മഹാരാഷ്ട്രയിലാണ് ഈ കേവ്സ്, എല്ലോറ അജന്ത കേവ്സ് ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. ഈ എല്ലോറ കേവ്സിൻ്റെ ഉള്ളിൽ തന്നെ എത്രയോ കേവ്സുകൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ? ഒരുപാട് കേവ്സ് ഇതിൻ്റെ അകത്ത് തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 to 12 ആരൊക്കെയാണ്? 1 to 12 എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ് അല്ലേ? ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ടെമ്പിൾസ് ആണ്. ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് ആണ് 1 to 12. അതായത് 12 ബുദ്ധിസ്റ്റ് കേവുകളാണുള്ളത്. 12 എണ്ണം, ടോട്ടൽ 12 എണ്ണം. അത് കഴിഞ്ഞ് 13 തൊട്ട് 39 ആണോ? 29. 13 തൊട്ട് 29 എന്തുണ്ട്? 13 തൊട്ട് 29 ഹിന്ദു ടെമ്പിൾസ് ആണ്, ഹിന്ദു കേവ്സ് ആണ് കേട്ടോ, ഹിന്ദുവിൻ്റെ. അതായത് ഇതിൻ്റെ അകത്ത് 3 മതം എന്നുള്ള രീതിയിലാണ്, 3 റിലീജിയസിൻ്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കേവാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ജെയിനിൻ്റെ ഫാക്ടേഴ്സ് വന്ന് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റിൻ്റെ ആൾക്കാർ വന്ന് കുറേയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഓർഡർ എടുക്കുകയാണെങ്കിൽ 1 to 12 ബുദ്ധിസ്റ്റ് കേവ്സ് ആണ്, 12 ബുദ്ധിസ്റ്റ് കേവ്സ്. 13 to 29 എന്താണ്? നമ്മുടെ ഹിന്ദു കേവ്സ് ആണ്. അപ്പം ഹിന്ദു കേവ്സ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഉണ്ട്? ശരിക്കും പറഞ്ഞാൽ 17 എണ്ണമാണ് ഉള്ളത് കേട്ടോ, 17 എണ്ണം. പിന്നെ 5 ജെയിൻസും ഉണ്ട്, 5 ജെയിനും. അത് 30 to 34 ആണ് കേട്ടോ, 34.
30 to 34 ജെയിൻ ടെമ്പിൾസ് ആണ്. ഇത് ഇത്രയും നമ്മൾ നോർമലി അറിയേണ്ട കുറച്ച് ഫാക്റ്റ് ആണ്. 1 to 12 എന്ന് പറയണം, 12 ബുദ്ധിസ്റ്റ് കേവ്സ് കാണും. അത് കഴിഞ്ഞ് 13 തൊട്ട് 29 വരെയുള്ള എന്തുണ്ട്, ഹിന്ദു കേവ്സ്. അങ്ങനെ 17 ഹിന്ദു കേവ്സുകളുണ്ട്. ഹിന്ദു കേവ്സ് അതിൽ 16ാമത്തതായിട്ടാണ് ആരുള്ളത്, ശരിക്കും പറഞ്ഞാൽ കേവ് 16 ആണ് കൈലാസ ടെമ്പിൾ. അതെന്താണ് ഇത്രയും ഫേമസ് എന്ന് വെച്ചാൽ മോണോലിത്തിക് ടെമ്പിൾ ആണ്, ഏറ്റവും ലാർജസ്റ്റ്. അതിലുള്ളിലുള്ളത് തന്നെ ഏറ്റവും മോണോലിത്തിക്. ഒറ്റ സ്റ്റാച്ചു എടുത്ത് നോക്കാം, ശിവന്റെ വലിയൊരു സ്റ്റാച്ചു നിൽക്കുന്ന എന്താണ് ഒരു പ്രതിമ നിൽക്കുന്ന ഇതാണ് നമ്മുടെ കൃഷ്ണ 1 രാഷ്ട്രകൂട ബിൽഡ് ചെയ്ത, കൃഷ്ണ 1 ബിൽഡ് ചെയ്ത കൈലാസ ടെമ്പിൾ, ശിവന് വേണ്ടിയായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ടെമ്പിൾ കേട്ടോ. കേവ് 16 എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ലാർജസ്റ്റ് മോണോലിത്തിക് ടെമ്പിൾ ആണ്. അതേസമയം കേവ് 15 എന്താണ്, കേവ് 15 ഫേമസ് ആണ്, ദശാവതാരയാണ് കേട്ടോ. ദശാവതാര. അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കുക. എന്നാലും നിങ്ങൾ എല്ലോറ കേവ്സിൽ നിന്ന് ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ എല്ലോറ കേവ്സ് വിക്കിപീഡിയ അടിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഫാക്ട്സ് അതിൽ നിന്ന് കിട്ടാൻ ഉള്ള ഇതുണ്ട് കേട്ടോ. 1 to 12 അപ്പോൾ ബുദ്ധിസ്റ്റ് കേവ്സ് ആണ്, 13 to 29 ഹിന്ദു കേവ്സ്, അങ്ങനെ 17 കേവ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് 30 to 34 ജെയിനിൻ്റെ ആണ്, ജെയിൻ ടെമ്പിൾസ് ആണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് എത്ര എണ്ണമാണ്, 5 എണ്ണം. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കേവ് 16 എന്താണ് നമ്മുടെ ഈ കൈലാസ ടെമ്പിളും, കേവ് 15 ദശാവതാരയാണ്. അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ലാർജ് സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു പബ്ലിക് അഫെയർ ഇൻഡെക്സ് 2022. ലാർജ് സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു പബ്ലിക് അഫെയർ ഇൻഡെക്സിന്റെ കാര്യമാണ് ചോദിച്ചത്. ഇപ്പോൾ പബ്ലിക് അഫെയർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവേണൻസിന്റെ കാര്യമാണ് കേട്ടോ. നമ്മുടെ WHO പബ്ലിഷ് ചെയ്യുന്ന സാധനമാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്യുന്ന സാധനമാണ്. ലാസ്റ്റ് പബ്ലിഷ് ചെയ്ത 2020 അപ്പോൾ അതിന് കിട്ടിയത് കേരളയ്ക്കാണ്. ഓക്കെ, ആ പബ്ലിക് അഫെയർ ഇൻഡെക്സ് അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നാഷണൽ എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ ഗവേണൻസിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ഏതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു എല്ലാം കൂടെ ഒരു സബ് ലെവലിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഈ ഒരു പബ്ലിക് അഫെയറിൽ എല്ലാ കാര്യത്തിലും പബ്ലിക്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഗവേണൻസിൽ നല്ലതുപോലെ നിൽക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്നുണ്ട്. ക്വാളിറ്റി ഓഫ് ഗവേണൻസ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അറ്റ് സബ് നാഷണൽ ലെവൽ. സബ് നാഷണൽ ലെവലിൽ ക്വാളിറ്റി ഓഫ് ഗവേണൻസ് ആണ്, എത്ര നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ഗവേണൻസ് കൊടുക്കുന്നത്, അവരുടെ ഓരോ പബ്ലിക്കിൻ്റെയും ഡീലിങ്സ് എങ്ങനെയാണ്, കറക്റ്റ് ആണോ, അവരുടെ പ്രോപ്പർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണോ എന്നൊക്കെ നോക്കുന്ന ഒരു സംഭവമാണ് പബ്ലിക് അഫെയർ ഇൻഡെക്സ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയത് എവിടെ ആർക്കാണ്, നമ്മുടെ കേരളയ്ക്കാണെന്ന് ആലോചിക്കുക. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. ഇത് പബ്ലിക് അഫെയർ ഇൻഡെക്സ്. ഇനി ഇതുപോലെ കുറേ ഇൻഡെക്സുകളുണ്ട് കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അത് കറണ്ട് അഫേഴ്സ് പാർട്ടിൽ വരുന്നതാണ് ഇൻഡെക്സുകൾ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻഡെക്സുകൾ തീരുമാനിക്കുന്നുണ്ട്, ഹാപ്പിനെസ് ഇൻഡെക്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇറക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഹ്യൂമൻ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡെക്സിൽ നമ്മൾ ഇന്ത്യ വേൾഡിൽ തന്നെ എത്രാമത്തെ സ്ഥാനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നമ്മുടെ സ്ഥാനം, ഇന്ത്യയുടെ സ്ഥാനം 134ാമതാണ് കേട്ടോ. 134ാമതാണ് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ, നോളജിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ വിസ്ഡം, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ, എല്ലാത്തിലും ഹെൽത്തിൻ്റെ കാര്യത്തിൽ, നോളജിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ഇന്ത്യ എത്രാമതാണ്, എല്ലാ രീതിയും കൂടെ നോക്കുമ്പോൾ ഹ്യൂമൻസിൻ്റെ ഡെവലപ്മെൻറ്റ് എത്രത്തോളം വളരുന്നു എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഇന്ത്യയുടെ സ്ഥാനം 134ആണ് ഹോൾ വേൾഡ് കാറ്റഗറി എടുക്കുമ്പോൾ. അതിൽ തന്നെ നമ്മുടെ നോർമലി നമ്മൾ ഈ പറയുമല്ലോ എന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിൽ തന്നെ ഏത് സ്റ്റേറ്റിനാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കൂടുതലെന്ന് ചോദിച്ചാൽ അത് ആരാണ്, ഡൽഹിയാണ് കേട്ടോ. ഡൽഹി, ഗോവ, അത് കഴിഞ്ഞാണ് കേരള കേട്ടോ. ഡൽഹി, ഗോവ, കേരള. ഡൽഹി, ഗോവ, കേരള. ഈ കാര്യം കൂടെ ആലോചിക്കുക. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 134ആണ് ഇന്ത്യ വേൾഡ് റാങ്കിങ്ങിൽ. അതേസമയം ഇന്ത്യയിൽ തന്നെ ഡൽഹി കഴിഞ്ഞ് ഗോവ കഴിഞ്ഞ് കേരളയാണ് ആ ഒരു സ്ഥാനം പോകുന്നത്. ഏറ്റവും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉള്ള സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഏതെന്ന് ചോദിച്ചാൽ ഡൽഹി, ഗോവ, കേരളയാണ്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞില്ലേ ലാർജ് സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു പബ്ലിക് അഫെയർ ഇൻഡെക്സിൽ കേരള ഫസ്റ്റ്, അത് കഴിഞ്ഞ് ആരാണ്, തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട്, അത് കഴിഞ്ഞ് തമിഴ്നാടാണ് ഗവേണൻസിൻ്റെ കാര്യത്തിൽ കേട്ടോ. തമിഴ്നാടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഗുജറാത്ത്, കർണാടക, അങ്ങനെയാണ് പോകുന്നത് കേട്ടോ.
ഗുജറാത്തൊക്കെയാണ് അത് കഴിഞ്ഞിട്ടൊക്കെ വരുന്നത്. അപ്പോൾ കേരളയാണ് അതിൽ ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ലാസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്തത് 2024 ഉള്ള കണക്കെടുപ്പാണ്. 2022 കണക്കെടുപ്പ് അനുസരിച്ചുമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഇത് പാറ്റേൺ മാറിയിട്ടില്ല, ഇപ്പോഴും ഇത് തന്നെയാണ്. പിന്നെ ഇനി നമ്മൾ നോക്കുമ്പോൾ റിച്ചസ്റ്റ് സ്റ്റേറ്റിൻ നമ്മുടെ ഇന്ത്യയിൽ റിച്ചസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ഇതിപ്പോൾ നമ്മളില്ലേ ഹ്യൂമൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിലും റിച്ചസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് പറയുന്ന ആരെയാണ് ശരിക്കും പറഞ്ഞാൽ? മഹാരാഷ്ട്രയാണ് കേട്ടോ. മഹാരാഷ്ട്രയാണ് റിച്ചസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മുംബൈ അല്ലേ, മുംബൈ ഒരു ടൗൺ, നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു സിറ്റി മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ റിച്ചസ്റ്റ് നമ്മുടെ എന്താണ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ മുംബൈ മഹാരാഷ്ട്ര എന്നുള്ള രീതിക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. റിച്ചസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ മഹാരാഷ്ട്ര, മുംബൈ എന്ന് തന്നെ ആലോചിക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഓക്കെ, അടുത്തിനി നമുക്ക് നോക്കേണ്ടത് ഗ്രീൻ റെവല്യൂഷൻ. ടോപ്പിക് ഒന്നും മാറുന്നില്ല, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സെൻസസ്, 5 ഇയർ പ്ലാൻ, ഗ്രീൻ റെവല്യൂഷൻ പണ്ട് മുതലേ ചോദിച്ചു വരുന്ന കംപ്ലീറ്റ് പാറ്റേണും അതുപോലെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഗ്രീൻ റെവല്യൂഷനാണ് നമുക്കിവിടെ നോക്കേണ്ടത്. ഗ്രീൻ റെവല്യൂഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം എടുത്തു പറയാൻ ഗ്രീൻ റെവല്യൂഷൻ ചോദിക്കാൻ ചിലപ്പോൾ കാരണം നമുക്ക് MS സ്വാമിനാഥന് ഈ വർഷമാണ് ഭാരതരത്ന അല്ലേ, 2024 ഭാരതരത്ന കിട്ടിയതാണ് MS സ്വാമിനാഥൻ അല്ലേ. 5 പേർക്ക് ഭാരതരത്ന കിട്ടി, അതിൽ ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ MS സ്വാമിനാഥൻ. നമ്മുടെ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ. ഓക്കെ, ഫാദർ ഓഫ് അഗ്രികൾച്ചർ എന്നൊക്കെ അറിയപ്പെടുന്ന സ്വാമിനാഥൻ. ഇത് വേൾഡിൽ ആരാ തുടങ്ങിയെന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോഗ് അല്ലേ. നോർമൻ ബോർലോഗ് ആണ് ഗ്രീൻ റെവല്യൂഷൻ അല്ലാണ്ട് തുടങ്ങിയത്. നോർമൻ ബോർലോഗ്, അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് നമ്മളും തുടങ്ങുന്നത് കേട്ടോ. നോർമൻ ബോർലോഗ്. MS സ്വാമിനാഥനാണ് ഇന്ത്യയുടെ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MS സ്വാമിനാഥനാണ്. ഭാരതരത്ന കിട്ടിയത് ഈ വർഷമാണ്, 2024 ആ കാര്യം ആലോചിക്കുക. പിന്നെ എപ്പോഴാണ് ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്, ഏത് 5 ഇയർ പ്ലാനിൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ തേർഡ് 5 ഇയർ പ്ലാനിലാണ് സ്റ്റാർട്ട് ആവുന്നത്. തേർഡ് 5 ഇയർ പ്ലാനിൽ ആരായിരുന്നു? നമ്മുടെ ആദ്യമായിട്ട് ക്യാൻസലായി പോയ റോളിംഗ് പ്ലാൻ ആണ്. അപ്പം അതെന്താണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ക്യാൻസലായി പോകുന്നത് കാരണം നമ്മുടെ ഇൻഡോ പാക് ചൈന വാർ വന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത് അല്ലേ. ആ ഒരു പ്ലാൻ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത്. എന്തായാലും ആര് ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു. തേർഡ് 5 ഇയർ പ്ലാനിലാണ് ഗ്രീൻ റെവല്യൂഷൻ വരുന്നത്. 1960-70 ആയിരുന്നു ഫസ്റ്റ് ഫേസ്. 1960-70 1961 65 66 ആദ്യമായിട്ട് തുടങ്ങുന്നത്. എന്നാലും മിഡ് 1960-70s എന്ന് പറഞ്ഞ ഒരു ടൈമിലാണ് തുടങ്ങുന്നത്. മിഡ് പോർഷനിലാണ്. അടുത്ത് വരുന്നത് 1970-80s. അതും എന്താണ്, മിഡ് 1970-80s മിഡ് പോർഷനാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു സമയത്തിലാണ് തുടങ്ങുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ ഫസ്റ്റ് ഫേസ് 1960-70 ഇടയ്ക്ക് ഒരു 1965-66 റേഞ്ചിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് 1970-80s അതും അതിൻ്റെ ഒരു മിഡ് പോർഷനിലാണ് എന്ത് വരുന്നത്, ഗ്രീൻ റെവല്യൂഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് അവിടെ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നോക്കേണ്ടത്, അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയും കിട്ടുമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി പഠിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ടോപ്പിക്സ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത 1856 വിച്ച് ആക്ട് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് എന്താണ്, ഏതാണ് 1856 അതായത് 1857 റിവോൾട്ടിന് മുമ്പേ പാസ്സാക്കിയ ഒരു 1856 പാസ്സായിട്ടുള്ള ഒരു ബ്രിട്ടീഷിൻ്റെ ആക്ട് ഏതെന്ന് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 1856 ഏത് ആക്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് കേട്ടോ. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് ഇതെന്താണെന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് അഥവാ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഇവിടുത്തെ സോൾജേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ബംഗാളിലെ സോൾജേഴ്സ്, പണ്ട് ബംഗാളിലായിരുന്നു ആ എല്ലാ സോൾജേഴ്സിനെയും നമ്മൾ നിലനിർത്തിയിരുന്നത്. അപ്പോൾ ആ ബംഗാളിലെ സോൾജേഴ്സിനെ എന്തിലോട്ട് വിടണം, ഇപ്പോൾ പുറത്തൊരു അതായത് ബ്രിട്ടീഷിൻ്റെ ബാക്കി എംപയേഴ്സ് ഉണ്ടല്ലോ, അതായത് അവർ എടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ കൈക്കലാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കണമെങ്കിൽ ഇന്ത്യയുടെ പട്ടാളക്കാരെ അവിടെ വിട്ടിട്ട് എന്ത് ചെയ്യണം, മിലിറ്ററി സർവീസ്, അതായത് ഓവർസീസിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഇവർ ഫൈറ്റ് ചെയ്യണമെന്നുള്ള രീതിക്ക് മാറ്റിയ ഒരു കാര്യമാണ് അല്ലേ ജനറൽ എൻലിസ്റ്റ്മെൻറ്റ് ആക്ട്. അതായത് സർവീസ് ചെയ്യാൻ വേണ്ടി, മിലിറ്ററി സർവീസ് ചെയ്യാൻ വേണ്ടി പുറത്ത് പോകണമെന്നുള്ള, ഓവർസീസിൽ പോയിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്യണമെന്നുള്ള ഒരു സംഭവം പാസ്സാക്കുന്ന സാധനമാണ് ഏതെന്ന് പറയുന്നത് 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ലോർഡ് കാനിങ്. ഈ സമയത്ത് ആരായിരുന്നു, ലോർഡ് കാനിങ് ആയിരുന്നു അല്ലേ. 1857 റിവോൾട്ടിലും ലോർഡ് കാനിങ് തന്നെയായിരുന്നു നമ്മുടെ എന്തെന്ന് പറയാൻ നമ്മുടെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിൽ ഇരുന്ന ആള്.
അപ്പോൾ ലോർഡ് കാനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, ലോർഡ് കാനിങ് ആണ് ജനറൽ സർവീസ്. ഓവർസീസ് പോയിട്ടും നമ്മൾ അറ്റാക്ക് ചെയ്യണം, ആംഗ്ലോ പേർഷ്യൻ വാർ വരുന്ന സമയം ആയതുകൊണ്ട് നമ്മൾ അവിടെ ഡിപ്ലോ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവിടെ പോയി ഫൈറ്റ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞാൽ അതിനെ ഒരുപാട് പേര് അഗെയിൻസ്റ്റ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു സംഭവമാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. ലോർഡ് കാനിങ് ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ലോർഡ് കാനിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത പറയാനായിരുന്നെങ്കിൽ നമ്മുടെ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, 1848 തൊട്ട് 1856 വരെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞ ഏത്, ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ദത്തവകാശ നിയമം എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം, ഒരു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പം ഒരു എന്ന് വെച്ചാൽ രാജാവാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ രാജാവിന് ആൺമക്കളൊന്നും ഇല്ലെങ്കിൽ ആ ഒരു രാജ്യം ഓട്ടോമാറ്റിക്കലി ആരുടെ കയ്യിൽ പോകും, ആ രാജാവ് മരിക്കുന്നെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യം. അതായത് സ്വന്തമായിട്ട് ഒരു ദത്തവകാശം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇതെന്ത് പെൺകുട്ടികൾക്ക് കൊടുക്കാനും പാടില്ല, ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, രാജ്യഭാരം അങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലേക്ക് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത് ആരാണ് ശരിക്കും പറഞ്ഞാൽ, ഡൽഹൌസി ആണല്ലേ. ഡൽഹൌസി 1848 കൊണ്ടുവന്ന സാധനമാണ് ഡൽഹൌസി. അതെന്ത് ചെയ്തു, അത് സ്റ്റോപ്പ് ചെയ്തത് 1856 സ്റ്റോപ്പ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ലോർഡ് കാനിങ് കേട്ടോ, ലോർഡ് കാനിങ്. അപ്പോൾ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് നിർത്തിയത് ആരെങ്കിലും അത് ക്യാൻ ചെയ്താൽ പറ്റും അല്ലേ. ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത് ഡൽഹൌസി ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് കൊണ്ടുവന്നു. പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ലോർഡ് കാനിങ് ആണ് കേട്ടോ. ലോർഡ് കാനിങ് ആണ് അത് നിർത്തുന്നത്. അതുപോലെ തന്നെ 1857 റിവോൾട്ടിൽ കാരണക്കാരനാവുന്ന ഗവർണർ ജനറലും ആര് തന്നെയാണ്, കാനിങ് പ്രഭു തന്നെയാണ്. അത് കഴിഞ്ഞ് ലോർഡ് കാനിങ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഹിന്ദു വിഡോ റീമാരേജ് ആക്ട്. ഹിന്ദു വിഡോ റീമാരേജ് അതായത് ഹിന്ദുക്കൾക്ക്, അതായത് വിധവാ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഹിന്ദു വിഡോസ് റീമാരി ചെയ്യാന്ന് പറഞ്ഞ് വന്ന ഒരു സംഭവമാണ്, പുനർവിവാഹത്തിന്റെ സംഭവം, വിഡോ റീമാരേജ് ആക്ട്. അത് പാസ്സാക്കിയതും ആര് തന്നെയാണ്, ഹിന്ദു വിഡോ റീമാരേജ് ആക്ട്. വർഷവും എന്ത് തന്നെയാണ്, 1856 തന്നെയാണ് കേട്ടോ. 1856 ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് കൊണ്ടുവന്നതും, ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ആരുടെ സഹായത്തോടെ, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ ഇന്ത്യനായ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ ഹെൽപ്പോട് കൂടി ലോർഡ് കാനിങ് പ്രഭുവിന് അത് കാര്യം മനസ്സിലായി. പുള്ളിയാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് നമുക്ക് നമ്മുടെ ഹിന്ദു വിഡോ റീമാരേജ് ആക്ടിന് എഗെയിൻസ്റ്റ്, അതായത് അത് പാസ്സാക്കുന്ന വർഷം 1856 ആണ്. പാസ്സാക്കിയതും എന്ന് വെച്ചാൽ ആ കാര്യം എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി അബോളിഷ് ചെയ്യുക, വിഡോയ്ക്ക് റീമാരേജ് ചെയ്യാന്നുള്ള കാര്യം കൊണ്ടുവരുന്നതാണ് ആരെന്ന് പറയുന്നത്. പണ്ട് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു പദവിയൊന്നും ഇല്ലായിരുന്നല്ലോ ഹിന്ദുക്കൾക്ക്. വീണ്ടും എന്താണ്, വിധവകൾക്ക് പുനർവിവാഹം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി അതിന് വേണ്ടിയായിട്ട് ഇത് ചെയ്ത ആളാണ് ലോർഡ് കാനിങ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിന്ദു റീമാരേജ് ചെയ്യുന്നത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ ഹെൽപ്പോടെയാണ്. ഇപ്പം നമ്മളിപ്പോൾ അബോളിഷൻ ഓഫ് സതി പറയുകയാണെങ്കിൽ അല്ലേ, 1828 നടന്ന അബോളിഷൻ ഓഫ് സതി അത് ആരുടെ സഹായത്തോടെയാണ്, വില്യം ബെൻഡിക് ആണ് അത് ചെയ്യുന്നത് അല്ലേ. അബോളിഷൻ ഓഫ് സതി വില്യം ബെൻഡിക് ആരുടെ സഹായത്തോടെ, രാജാ റാം മോഹൻ റോയുടെ സഹായത്തോടെ സതി അബോളിഷ് ചെയ്തു. അബോളിഷൻ ഓഫ് സതി 1828 വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആരാണ്, 8ന്റെ പണിയായിരുന്നു അല്ലേ, 8. അപ്പോൾ അങ്ങനെ ആലോചിക്കുക, 8 ആ ഒരു രീതിക്ക് തന്നെ ആലോചിക്കുക. 1828 ആര് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ, ലോർഡ് ബെൻഡിക് ആയിരുന്നു നമ്മുടെ ഏത് അബോളിഷൻ ഓഫ് സതി 1829 ആ സംഭവം വരുന്നതല്ലേ. 1828 പാസ്സാക്കിയിട്ട് 1829 ശരിക്കും പറഞ്ഞാൽ അബോളിഷൻ ഓഫ് സതി കംപ്ലീറ്റ്ലി അബോളിഷ് ചെയ്യുന്നത് ആ രീതിക്ക് വരുന്നത്. അപ്പോൾ അബോളിഷൻ ഓഫ് സതി കൊണ്ടുവരുന്നത്, അപ്പോൾ അത് ഹെൽപ്പ് ആരുടെയാണ്, രാജാ റാം മോഹൻ റോയുടെ ഹെൽപ്പാണ് അവിടെ കിട്ടുന്നത്. ഇവിടെ ആരുടെയാണ്, ഹിന്ദു വിഡോ റീമാരേജ് ആക്ടിൽ ലോർഡ് കാനിങ് ചെയ്തുവെങ്കിലും അതിൻ്റെ ഹെൽപ്പ് കിട്ടുന്നത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിൻ്റെ ഹെൽപ്പാണ്. ഇവിടെ ലോർഡ് ബെൻഡിക്കാണ് ചെയ്യണമെങ്കിലും രാജാ റാം മോഹൻ റോയാണ് അതിനൊരു കാരണക്കാരൻ ആകുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ച് വയ്ക്കേണ്ടത്. ഓക്കെ ആണോ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് നമുക്ക് എന്താണ് ഇത്രയും ആക്റ്റുകൾ പാസ്സാക്കിയതിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പഠിക്കുക. ഹിസ്റ്ററിയിൽ നമ്മൾ വൈസ്രോയി അല്ലെങ്കിൽ ആ ഒരു ഗവർണർ ജനറലിൻ്റെ കാര്യം പഠിക്കുമ്പോൾ അവർ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഓഫ് ബംഗാൾ അങ്ങനെയൊക്കെ പറഞ്ഞ റൗലറ്റ് ആക്ട്, ഇങ്ങനത്തെയൊക്കെ ആക്റ്റുകളും കൂടെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഹിസ്റ്ററിയിൽ മോഡേൺ ഇന്ത്യ എടുക്കുമ്പോൾ അതും കൂടെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. റിവോൾട്ട് ബേസിട്ടുള്ള കാര്യങ്ങളും ഇതുപോലത്തെ ഇതിന് കാരണമായ കുറേ സംഭവങ്ങളുണ്ടല്ലോ, ലോസ് അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ, സെറ്റിൽമെൻറ്റ്സിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സമയത്ത് തന്നെ പഠിച്ചു പോവുക. ഓക്കെ.
ഇത്രയും കാര്യങ്ങളും കൂടെ പഠിച്ചു പോവുക. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതാണ് ഹിസ്റ്ററി എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. അതൊക്കെയാണ് ഹിസ്റ്ററി. ഒന്ന് ഡൈനാസ്റ്റി ബേസിസിലുള്ള ക്വസ്റ്റ്യൻസും, ഒന്നെന്താണ് ഇതുപോലത്തെ ആക്ട് മോഡേൺ ഇന്ത്യയുടെ രീതിയിൽ വരുന്നതും, ഇതെന്താണ് ആൻഷ്യൻ്റ് മിഡീവൽ ഇന്ത്യ എന്നൊക്കെ വരുന്ന സംഭവങ്ങളും ഇവിടെ കാണും. അതും കൂടെ നെക്സ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. ഇതൊക്കെയാണ് ഏരിയ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇനി DPSP എന്ന് പറഞ്ഞ സാധനമാണ് എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. എന്താണ് ഗൈഡ് ലൈൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ്. അതിനെക്കുറിച്ചിട്ടുള്ള ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. നിങ്ങൾ പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട പോർഷൻസ് ഭയങ്കര ക്ലിയർ ആയിട്ട് പഠിക്കുക. പൊളിറ്റിക്സ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP, അതുപോലെ സിറ്റിസൺഷിപ്പ്, ഇത്രയും സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സിറ്റിസൺഷിപ്പ്, പിന്നെ പ്രസിഡന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രസിഡന്റ് റിലേറ്റഡ് കാരണങ്ങൾ, അമെൻമെൻറ്റ് ആക്ട്, ആർട്ടിക്കിൾസ്, ഇത്രയും സാധനം കംപ്ലീറ്റ്ലി, പിന്നെ റിട്ട്, ഓക്കെ, ഇത്രയും സാധനങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ വരും എന്നുള്ള രീതിയിൽ പക്കാ ക്ലിയർ ആക്കി തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. DPSPയും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും സിറ്റിസൺഷിപ്പിൻ്റെയും ഇത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ആ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ കുറേ ടോപ്പിക് വൈസ് അതിൻ്റെ കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ നിങ്ങൾ അറിയാൻ ശ്രമിക്കണം. ബാക്കിയൊക്കെ ആർട്ടിക്കിൾസ് ഒക്കെ പഠിച്ചാൽ മതി, തന്നെ പ്രസിഡൻ്റൊക്കെ കിട്ടും. പ്രസിഡൻ്റ് ഇതൊക്കെ ആർട്ടിക്കിൾസ് പഠിക്കുക. അത് കഴിഞ്ഞ് റിട്ടുകൾ ശ്രദ്ധിച്ച് വെച്ചിരിക്കുക. അമെൻമെൻറ്റ് ആക്ട്സ്, ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ് ആക്ട്സ് നോക്കുക. പൊളിറ്റി നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഷുവർ ആയിട്ട് പൊളിറ്റിക്ക് നല്ല ടൈം കൊടുത്ത് തന്നെ നിങ്ങൾ പഠിച്ച് പോകാൻ ശ്രദ്ധിക്കുക. കാരണം എന്തായാലും പൊളിറ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു 3-4 ക്വസ്റ്റ്യൻ പൊളിറ്റിക്സിൽ നിന്ന് വരും. അപ്പോൾ ആ മാർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഷുവർ ഷോട്ടായിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് ഗൈഡ് ലൈൻസ് ആൻഡ് പ്രിൻസിപ്പിൾ, ഒരു സ്റ്റേറ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഗൈഡ് ലൈൻ ആൻഡ് പ്രിൻസിപ്പിളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ DPSP എന്ന് പറയുന്നത്. അത് ഏതിലാണ്, പാർട്ട് 4-ലാണ് വരുന്നത്. 36 to 51 എന്ന രീതിയിലാണ് വരുന്നത്. 36 to 51 ആണല്ലേ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വരുന്നത്. 36 തൊട്ട് 51 വരെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്. ഒരു ലാൻഡിൽ നിന്നാണ്, അയർലാൻഡിൽ നിന്നാണ് എടുത്തതെന്ന് മനസ്സിലാക്കുക. സ്റ്റേറ്റിൻ്റെ കാര്യം എടുത്തിരിക്കുന്നത് അയർലാൻഡിലാണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് നമ്മൾ 36 തുടങ്ങുന്ന സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. 36 സ്റ്റേറ്റിനെ കുറിച്ചും സ്റ്റേറ്റിൻ്റെ കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് സ്റ്റേറ്റ് പാലിക്കേണ്ടതായിട്ടുള്ള കുറേ ഗൈഡ് ലൈൻ. കാരണം അവർ ഒരു പുതിയ ലോ അല്ലെങ്കിൽ ഒരു പുതിയ പോളിസി കൊണ്ടുവരുമ്പോൾ ആ സ്റ്റേറ്റ് ഫോളോ ചെയ്ത് വരേണ്ടതായിട്ടുള്ള കുറേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ എന്തിൽ പറയുന്നത്, DPSP പറയണം. അപ്പോൾ പാർട്ട് 4-ആണ്. 36 to 51 വരുന്നത്. അയർലാൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, അയർലാൻഡിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഈ ഒരു ആശയം. അത് കഴിഞ്ഞ് 51 എന്താണെന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതിൻ്റെ ആണ് ഏതാണ്, DPSPയിലാണ് 51 വരുന്നതെന്നും കൂടെ ആലോചിക്കുക. DPSPക്കകത്താണ് 51, ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നത് 51-ലാണ്. ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ആർട്ടിക്കിൾസും കൂടെ നിങ്ങൾ നല്ലപോലെ തന്നെ പഠിച്ചിട്ട് പോവുക. കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എത്രയാണ് നമുക്കറിയാം. പാർട്ട് 4 എന്ന് പറയുന്നത് DPSP ആണ്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ പാർട്ട് 4A എന്താണ് ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. 51A എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കഴിഞ്ഞ് A എന്ന് പറഞ്ഞാൽ അമെൻമെൻറ്റ് വഴി കൊണ്ടുവരുന്ന സാധനമാണ്. അമെൻമെൻറ്റ് എത്രാമത്തെ അമെൻമെൻറ്റ്, 42nd അമെൻമെൻറ്റ് ആക്ട് ആണ്. 42ാമത്തെ അമെൻമെൻറ്റ് ആക്ട് 1976. അതുവഴിയാണ് ഏത് കൊണ്ടുവരുന്നത്, നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവരുന്നത് അല്ലേ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവരുന്നത് എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, 11 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ 11 നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കാൻ നോക്കുക. സ്റ്റേറ്റ്മെന്റ് രീതിയിൽ തന്നെ പഠിക്കുക. എന്താ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലാഗിനെ റെസ്പെക്ട് ചെയ്യണം. അങ്ങനെ മലയാളത്തിൽ പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫ്ലാഗിനെ റെസ്പെക്ട് ചെയ്യണം, നാഷണൽ ആന്തം റെസ്പെക്ട് ചെയ്യണം, പിന്നെ എന്താ ഒരു ഹാർമണി ഉണ്ടായിരിക്കണം എല്ലാവരുമായിട്ട്, പിന്നെ വൈൽഡ് ലൈഫ്, നാഷണൽ പാർക്കിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം, കുട്ടികൾക്ക് കമ്പൽസറി ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ F വരെ K വരെ എന്തോ നമുക്ക് 51A തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഈ 51A എന്ന് പറയുന്നത് Aയിൽ തന്നെ ABC അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതെല്ലാം നിങ്ങൾ വായിച്ചു വയ്ക്കണം. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ ആരുടെ കൊണ്ടാണ് ഇത് വന്നത്, ഏത് കമ്മിറ്റി പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി വന്നതെന്ന് ചോദിച്ചാൽ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഡ്യൂട്ടീസ് വരുന്നത് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി വഴിയാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്ക്
ഇനാബിൾ ആവുന്നത് കേട്ടോ. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തേക്ക് വരുന്നത് ഇതിൻ്റെ പ്രകാരമാണ്. ഇനി അടുത്ത് വരുന്നത് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? കാരണം ചോദിക്കാറുണ്ട്, ചിലപ്പോൾ മാറ്റി നിർത്തി ചോദിക്കും. നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു ചോദിക്കുക. 32 ആർട്ടിക്കിൾ 32 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് ആരാണ് പറഞ്ഞത്? BR അംബേദ്കർ. BR അംബേദ്കർ ആണ് അങ്ങനെ പറയുന്നത് കേട്ടോ. BR അംബേദ്കർ ആണ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആർട്ടിക്കിൾ 32 പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ മനസ്സിലാക്കി പോകുക. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. പാർട്ട് ആർട്ടിക്കിൾസ്, ആ ആർട്ടിക്കിൾസും പാർട്ടും നല്ലപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി വഴിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇനാബിൾ ചെയ്യുന്നത്. പാർട്ട് 4A യിലാണ്. 42ാമത്തെ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് വരുന്നത്. 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ആ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്തയിലേക്ക് നമുക്ക് പോവാം. ഇനി അടുത്ത് നിങ്ങൾക്ക് സെൻസസിൽ നിന്ന് വന്നതാണ്. സെൻസസിൽ നിന്ന് എന്ത് വേണോ ചോദിക്കുക, എങ്ങനെ വേണോ ചോദിക്കുക. അതുകൊണ്ട് സെൻസസ് അരച്ച് കലക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഹയസ്റ്റ് അർബൻ പോപ്പുലേഷൻ, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ലോവസ്റ്റ് അർബൻ പോപ്പുലേഷൻ എവിടെയെന്നാണ് ചോദിച്ചത്. അർബൻ പോപ്പുലേഷൻ, കാരണം ഒരുപാട് പേര് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കാണുന്ന സ്ഥലമാണ് ഇതല്ലേ, ഹിമാചൽ പ്രദേശ് അല്ലേ, കുളു മണാലി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത് ഹിമാചൽ പ്രദേശ്. എന്നിട്ടും നമുക്ക് എന്താണ് അർബൻ പോപ്പുലേഷനിൽ ലോവസ്റ്റ് ആണ്. ഓക്കെ, ലോവസ്റ്റ് അർബൻ എന്ന് വെച്ചാൽ ഒരുപാട് അർബൻ പോപ്പുലേഷൻ അവിടെ ഇല്ല. അവിടെ എന്താണ് ഇത്രയും ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അവിടെ അർബൻ പോപ്പുലേഷൻ കൂടുതലല്ല, ലോ ആണ്. അവിടെയാണ് ഹിമാചൽ പ്രദേശ്. അങ്ങനെ പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത അർബൻ പോപ്പുലേഷൻ എപ്പോഴും കൂടുതൽ ഏത് തന്നെയായിരിക്കും? മഹാരാഷ്ട്ര, മുംബൈ, മഹാരാഷ്ട്ര. അർബൻ പോപ്പുലേഷൻ സിറ്റിയാണ്, സിറ്റി മെട്രോപൊളിറ്റൻ സിറ്റിയാണ്, റിച്ചസ്റ്റ് ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എന്തായിരിക്കും, ഭയങ്കര എന്താണ് ഇമ്പാക്റ്റ് ആയിരിക്കും. അർബൻലി അല്ലെങ്കിൽ അർബനൈസേഷൻ കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് തന്നെ ആയിരിക്കും അത്. അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിക്കുക. ഹയസ്റ്റ് അർബൻ പോപ്പുലേഷൻ മഹാരാഷ്ട്രയും, ലോവസ്റ്റ് അർബൻ പോപ്പുലേഷൻ അർബൻ ആണെങ്കിൽ പോലും അവിടെ അർബൻ്റെ ഒരു എഫക്റ്റ് ഇല്ലാത്ത സ്ഥലം ഏതാണ്? ശരിക്കും പറഞ്ഞാൽ ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, ഇനി അടുത്ത ലാർജസ്റ്റ് റൂറൽ പോപ്പുലേഷൻ ഉള്ളത് എവിടെ തന്നെയാണ്? ഉത്തർപ്രദേശ്. വലിയ ഒരുപാട് സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ റൂറൽ പോപ്പുലേഷൻ കൂടുതലുള്ളത് ഉത്തർപ്രദേശിലാണ്. ഇനി അടുത്ത ലോവസ്റ്റ് റൂറൽ പോപ്പുലേഷൻ സിക്കിം. കുറച്ചുള്ളത് പിന്നെ എവിടെ ആയിരിക്കും? സിക്കിം, ചെറിയ സ്റ്റേറ്റ് ആയിട്ടുള്ള സിക്കിമിൽ തന്നെ ആയിരിക്കും റൂറൽ പോപ്പുലേഷൻ കുറവ്. അപ്പോൾ അത്രയും പോയിന്റ്സ് പഠിക്കുക. ഇത് എവിടെ നിന്നാണ് വന്നത്? പോപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു ഇതിൽ നിന്നാണ് വന്നത്. ഇതിന് മുമ്പ് വന്നത് ലിറ്ററേസി എന്നുള്ള രീതിക്കാണ് വന്നത്. ലിറ്ററസി ഇതാണ്ട് ഇവിടെ കണ്ടോ, വീണ്ടും ചോദിച്ചു മോസ്റ്റ് ലിറ്ററേറ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളയിലുള്ളതാണ് കേട്ടോ. കേരളയിലാണ് ആ ഡിസ്ട്രിക്റ്റ് വരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളയിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഡിജിറ്റൽ ലിറ്ററസി ഉണ്ട്, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. സെൻസസ് മൊത്തം നിങ്ങളുടെ കയ്യിലാണ്. അത് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ള രീതിയാണ്. പോപ്പുലേഷൻ പഠിക്കുക, ലിറ്ററസി പഠിക്കുക, സെക്സ് റേഷ്യോ പഠിക്കുക, അത് കഴിഞ്ഞ് ഏരിയ പഠിക്കുക, പിന്നെന്താ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ലൂഷായി ഹിൽസ് അല്ലെങ്കിൽ അതർ നെയിംസ്. ഇത് എവിടെ നിന്ന് വന്നതാണ്? ജോഗ്രഫി പാർട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ. ജോഗ്രഫിയിൽ പിന്നെ വരുന്നത് മൗണ്ടെയിൻസ്, ഹിൽസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. റിവേഴ്സ്, മൗണ്ടെയിൻസ്, ഹിൽസ്, പ്ലെയിൻസ്, അങ്ങനത്തെയൊക്കെ ഭാഗത്തുനിന്നും കൂടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ലൂഷായി ഹിൽസിൻ്റെ മറ്റൊരു പേര് എന്നാണ് ചോദിക്കുന്നത്. മിസോറാമിലെ മീസോ ഹിൽസ് എന്നാണ് ഇതിനെ പറയുന്നത്. ലൂഷായി ഹിൽസിനെ പറയുന്നത് കേട്ടോ. ലൂഷായി ഹിൽസ് മീസോ ഹിൽസിലാണ് ഉള്ളത്. മീസോ ഹിൽസിനെയാണ് മറ്റൊരു പേരാണ് ലൂഷായി ഹിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഹിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടെ നോക്കുക കണ്ടോ. ഇവിടെ ഇതും ജോഗ്രഫി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജോഗ്രഫിയിൽ നിന്ന് വന്നതാണ്. എന്താണ് സോയിൽ? ഏത് സോയിലാണ് 40% ഓഫ് ഇന്ത്യ റീജിയൻ കവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അലൂവിയൽ സോയിൽ, ഡിപ്പോസിറ്റിംഗ് സോയിൽ എന്ന് പറയുന്നത്. നമ്മൾ നോർമലി കാണുന്ന സോയിൽ തന്നെ അലൂവിയൽ സോയിൽ എന്താണ്? എല്ലാത്തിൻ്റെയും വാലി വഴിയൊക്കെ വെള്ളം വഴിയൊക്കെ ഡിപ്പോസിറ്റായി ഈ ചരളും മണ്ണും എല്ലാം നിറഞ്ഞ ആ സോയിലിനെയാണ് അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ. പിന്നെ വേറെ ഏതൊക്കെ സോയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബ്ലാക്ക് സോയിൽ. അപ്പോൾ സോയിൽസും നിങ്ങൾ പഠിക്കുക. ബ്ലാക്ക് സോയിലാണ് കോട്ടൺ ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ. പിന്നെ എന്തുണ്ട്? റെഡ് സോയിലുണ്ട്, അതുപോലെ ലാറ്ററൈറ്റ് സോയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സോയിലിനെ കുറിച്ചും കൂടെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോണം. സോയിലിനെ കുറിച്ചും കൂടെ നിങ്ങൾക്ക് ജോഗ്രഫിയിൽ കവർ ചെയ്യാൻ കുറച്ച് പോർഷനേ ഉള്ളൂ. ആ കവർ ചെയ്യേണ്ട പോർഷൻ കൃത്യമായിട്ട് കവർ ചെയ്താൽ മാത്രം മതി. സോയില്, സോളാർ സിസ്റ്റം, പിന്നെന്തുണ്ട് ഈ ഹിൽസ്, മൗണ്ടെയിൻസിൻ്റെ കാര്യങ്ങൾ, റിവേഴ്സ്, ഡാംസിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓഷ്യൻസ്, പിന്നെ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള കുറേ ഒരു ജോഗ്രഫിക്കൽ സ്റ്റഡിയാണ് വേണ്ടത്. പിന്നെ ക്ലൈമറ്റ്, ക്ലൗഡ്സ്, അങ്ങനത്തെയൊക്കെ ആ ഒരു സംഭവങ്ങൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതെന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എവിടെ നിന്ന് വേണോ ക്വസ്റ്റ്യൻ വരാം. ഒരു 1-2 ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഭാഗ്യമായിട്ട് തന്നെ വിചാരിച്ച് ചെയ്യാം. ഇനി അടുത്ത് വന്നത് വിച്ച് അനിമൽ ക്യാൻ ചേഞ്ച് ദ ജെൻഡർ ഇൻ ദ
ലൈഫ് ടൈമിൽ അവർക്ക് ലൈഫ് സ്പാനിൻ്റെ ഇടയ്ക്ക് തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജെൻഡർ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഇത് പറയുന്നത് ക്ലൗൺ ഫിഷിനാണ്. ഇതൊരു ബയോളജി പോർഷനായിട്ട് വന്നതാണ്. നോർമലി ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്താണ്, നമുക്ക് നോർമലി അങ്ങനെ പഠിച്ച് വയ്ക്കുന്ന കാര്യമല്ല, എന്നാലും സ്റ്റിൽ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു ജനറൽ ഫാക്റ്റിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് ജനറൽ ഫാക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ക്ലൗൺ ഫിഷിന് അതെന്താണ്, പെണ്ണ്, അതായത് അതിന് പെണ്ണും ആണും ഉണ്ട്. അപ്പോൾ ആ പെണ്ണ് മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു സെയിം ബോഡിക്കകത്താണ് തോന്നുന്നത്, സെയിം ബോഡിക്കകത്ത്. അപ്പോൾ എന്ത് ചെയ്യും, പെണ്ണ് മാറിയിട്ട് അത് എന്തായി മാറും, ആണായിട്ട് മാറും. ഓക്കെ, പെണ്ണ് മരിക്കുമ്പോൾ ഈ ആണ് എന്ത് ചെയ്യും, പെണ്ണായിട്ട് തന്നെ, അതായത് സ്ത്രീ ആയിട്ട് മാറിയിട്ട് അങ്ങനെ വേറൊരു പുതിയ ബ്രീഡിനെ കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമാണ് ക്ലൗൺ ഫിഷ് ചെയ്യുന്നത്. അപ്പം അതായത് അതിലൊരു ഫീമെയിൽ മരിക്കുന്ന സമയത്ത് മെയിൽ എന്ത് ചെയ്യും, മെയിൽ ഫീമെയിലായിട്ട് മാറിയിട്ട് പുതിയൊരു ഇണയെ കണ്ടുപിടിക്കുന്ന കാര്യമാണ് ക്ലൗൺ ഫിഷ് ചെയ്യുന്ന സംഭവം. അപ്പോൾ അതിനെയാണ് ജെൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് പറയുന്നത് കേട്ടോ. ആണ് പെണ്ണായിട്ട് മാറുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, അത് ക്ലൗൺ ഫിഷാണ്. ഇതൊരു നോർമലി അല്ലാതെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എനിവേ, അടുത്തിനി വരുന്നത് കൊറിയോളീസ് ഫോഴ്സ് ആണ്. കൊറിയോളീസ് ഫോഴ്സ് ഡ്യൂ ടു ദ എർത്ത് റൊട്ടേഷൻ. എന്തുകൊണ്ടാണ് കൊറിയോളീസ് ഫോഴ്സ് എന്തുമായിട്ട് റിലേറ്റഡ് എന്നാണ് ചോദിച്ചത്. അത് എർത്തിൻ്റെ റൊട്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഫോഴ്സാണ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വരുന്ന ഒരു ഫോഴ്സിനാണ് കൊറിയോളീസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് വിൻഡിൻ്റെ മൂവ്മെൻറ്റിന് കാരണമാവണം. അതായത് വിൻഡിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കൊറിയോളീസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റിംഗ് വിൻഡ് ടുവേർഡ്സ് റൈറ്റ് ഇൻ നോർത്ത് ഹെമിസ്ഫിയറിൽ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോക്കുമ്പോൾ വിൻഡിനെ റൈറ്റിലോട്ട് തള്ളിവിടുന്നതും, ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോക്കുമ്പോൾ വിൻഡിനെ റൈറ്റിലോട്ട് തള്ളിവിടുന്നതും, അതേസമയം സദേണിൽ നോക്കുമ്പോൾ സദേണിലെ വിൻഡിനെ എവിടെ ലെഫ്റ്റിലോട്ട് തള്ളിവിടുന്നതും ആരുടെ സഹായത്തോടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊറിയോളീസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അതൊരു ഫിസിക്സിൽ നിന്ന് വന്നൊരു ടോപ്പിക്കാണ് കേട്ടോ, ഫിസിക്സിൻ്റെ ടോപ്പിക്കാണിത്. അപ്പോൾ സയൻസിൽ നിന്നും ടോപ്പിക്സ് ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് അവിടെ നിന്നും വരാറുണ്ട്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ഫോഴ്സുകളാണ്, ഓരോ ഫോഴ്സ്, സെൻട്രിപെറ്റൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, കൊറിയോളീസ് ഫോഴ്സ്, അങ്ങനെയൊക്കെ ഇലാസ്റ്റിക് ഫോഴ്സ്, അങ്ങനെയൊക്കെ കുറേ ഫോഴ്സുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ റിലേറ്റഡ് ടോപ്പിക്സും കൂടെ ഫിസിക്സിൽ നിന്ന് ശ്രദ്ധിക്കുക. ഫോഴ്സ് ഡ്യൂ ടു എർത്ത് റൊട്ടേഷൻ, ഫെറൽസ് ലോ എന്നാണ് ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്, ഫെറൽസ് ലോ. ഇതപ്പം ചോദിക്കും, കൊറിയോളീസ് ഫോഴ്സ് മാക്സിമം മറ്റെവിടെ, പോൾസിൽ മാക്സിമവും ഇക്വേറ്ററിൽ സീറോയും. പോൾസിൽ മാക്സിമവും ഇക്വേറ്ററിൽ സീറോയും. ഓക്കെ, സീറോ. ഇത്ര കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, ഇത്ര കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ ആണോ? ഇത് ഓക്കെ ആണല്ലോ? ഓക്കെ, കൊറിയോളീസ് ഫോഴ്സ് ആണ്. അപ്പോൾ വിൻഡിൻ്റെ മൂവ്മെൻറ്റ് വരുന്ന ഒരു ഫോഴ്സാണ് കൊറിയോളീസ് ഫോഴ്സ്. ഫെറൽസ് ലോ എന്നാണ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത് ചോദിച്ചത് ഇമെയിൽ അറ്റാച്ച്മെൻറ്റ്. തീരാറായ കേട്ടോ. ഇനി അടുത്ത് ഇമെയിൽ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പാറ്റേണിൽ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് പഠിച്ചോണം. കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയുന്നവരായാലും ഇതിൻ്റെ ഷോർട്ട് കട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു MS Excel, MS Word എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്, ഇമെയിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മുടെ മറ്റേതുണ്ടല്ലോ, നമ്മുടെ വെബ് ബ്രൗസേഴ്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടുന്ന് കമ്പ്യൂട്ടർ സെക്ഷനിൽ നിന്നും വരുന്നുണ്ട് ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യനിലും ഒരു ക്വസ്റ്റ്യൻ വീതം കമ്പ്യൂട്ടർ ചോദിക്കുന്നു. 1-2 ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ ചോദിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അനലൈസും കൂടെ ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാൻ. അപ്പോൾ ഇമെയിൽ അറ്റാച്ച്മെൻറ്റിൻ്റെ MB ലിമിറ്റാണ്, നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന MB ലിമിറ്റ് എത്രയാണ്, 25 MB. ഇതാണ് ചോദിച്ച ക്വസ്റ്റ്യൻ. 25 MB മാത്രമേ നമുക്ക് അറ്റാച്ച് ചെയ്ത് വിടാൻ പറ്റുള്ളൂ. അതേസമയം നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത് 50 MB. ഓക്കെ, ഒരാളിൽ നിന്ന് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന 50 MB, നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് 25 MB. ആലോചിക്കുക, നമുക്ക് കുറച്ച് അറ്റാച്ച് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. 25 MB, മറ്റത് 50 MB ആണ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരാൾ അയച്ചെന്ന് റിസീവ് ചെയ്യുന്നത് 50 MB എന്ന് ആലോചിക്കുക. ഇനി അടുത്തിവിടെ ചോദിച്ചത് ഇത് കണ്ടോ, ആർട്ടിക്കിൾ 51AE എന്ന് പറയുന്നത്. 51A എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലേ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ വരുന്ന ഈ പോർഷൻ ഞാൻ പറഞ്ഞില്ലേ, 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, 11 എണ്ണം. അതിലൊരു 5-മത്തെയാണ് ചോദിച്ചിരിക്കുന്നത്, പ്രൊമോട്ട് ഹാർമണി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ബ്രദർഹുഡ് എമോങ് ഓൾ പീപ്പിൾ ഓഫ് ഇന്ത്യ, റിന്യൂ പ്രാക്ടീസ് ഇറഗേറ്റഡ് ഡിഗ്നിറ്റി ഓഫ് വിമണിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ സ്പിരിറ്റ്, ഒരു ബ്രദർഹുഡ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം, ആരുമായിട്ട് വഴക്കുണ്ടാക്കരുത് എന്നൊക്കെ ഉള്ള കുറേ ഡ്യൂട്ടീസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആ 11 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് വേണം പോകാൻ. ഏതെന്ന് മനസ്സിലാക്കണം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ചോദിച്ചത്. ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏത് ആർട്ടിക്കിളാണ് ഇതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഓപ്ഷൻ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റണം. 51AEയിലാണ് ഇത് വരുന്നത്. വിമണ്ട് റിനൗൺസിങ് എന്നൊക്കെ പറഞ്ഞ് അടിച്ച് പഠിക്കുക. ഓക്കെ,
ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെവിടെ നിന്ന് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആർട്ടിക്കിളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി തന്നെ പഠിച്ചോ. ഇനി അടുത്ത നമ്പർ 1 ബാഡ്മിൻ്റൺ പ്ലെയർ ആണ്, ഇന്ത്യൻ പ്ലെയറിനെയാണ് ചോദിച്ചിരുന്നത്. HS പ്രണോയ് ആണ് ഇപ്പോഴത്തെ ബാഡ്മിൻ്റൺ പ്ലെയർ, ഏറ്റവും മികച്ച ബാഡ്മിൻ്റൺ പ്ലെയർ ആയിട്ട് പറയുന്നത് കേട്ടോ. നമ്പർ 1 ഇന്ത്യൻ ഇൻ ബാഡ്മിൻ്റൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് HS പ്രണോയ് ആണ്. ഇതിന് മുമ്പ് വരെ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശ് പദുക്കോൺ ഉണ്ടായിരുന്നു, പ്രകാശ് പദുക്കോൺ ഉണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ റിസെൻറ്റിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ HS പ്രണോയ്, അത് മുമ്പ് പ്രകാശ് പദുക്കോൺ ഉണ്ട്, അതിനുശേഷം ശ്രീകാന്ത് കിഡംബിലുണ്ട്. അപ്പോൾ ഈ പേരുകൾ നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. ശ്രീകാന്ത് കിഡംബിൽ, പ്രകാശ് പദുക്കോൺ, ദീപിക പദുക്കോണിൻ്റെ അച്ഛൻ പ്രകാശ് പദുക്കോൺ, അത് കഴിഞ്ഞ് ശ്രീകാന്ത് കിഡംബിൽ, അത് കഴിഞ്ഞ് HS പ്രണോയ് ആണ് ഇപ്പോഴത്തെ ബാഡ്മിൻ്റ് വരുമ്പോൾ പ്രാണി എന്നാലോചിക്കുക, പ്രാണികൾ വരുമെന്ന്, ബാഡ്മിൻ്റ് അടിക്കുമ്പോൾ പ്രാണികൾ വരുമെന്നൊക്കെ ആലോചിച്ച് പഠിക്കുക. അത് കഴിഞ്ഞ് ശ്രീകാന്ത് കിഡംബിലൊക്കെ ഭയങ്കര ബാഡ്മിൻ്റാണെന്ന് ആലോചിക്കുക, ശ്രീകാന്ത് കിഡംബിൽ. ഓക്കെ, അതാണെന്ന് ആലോചിക്കുക. പിന്നെ നിങ്ങൾ അവിടെ പഠിക്കേണ്ട 2 പേര് ലക്ഷ്യ സെന്നും കൂടെ ആലോചിച്ച് പഠിച്ചോ കേട്ടോ. ലക്ഷ്യ സെൻറ്റിനോടാണ് നമുക്ക് ബാഡ്മിൻ്റൺ ഉള്ളപ്പോൾ ലക്ഷ്യം സെൻറ്റ് മാത്രമാണെന്ന് ആലോചിച്ചൊക്കെ പഠിക്കുക. എങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ച് മാർക്ക് വാങ്ങിക്കുക. പിന്നെ ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ പ്രൈസ് കിട്ടിയത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈന നെഹ്വാളിനാണ് വിമണിൻ്റെ ഒരു കാറ്റഗറിയിൽ ബാഡ്മിൻ്റണിന് കിട്ടുന്നത് ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. PV സിന്ധു ഉണ്ട്. ഓക്കെ, ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുക. പിന്നെ നിങ്ങളിവിടെ ചിന്തിക്കേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ ബാഡ്മിൻ്റണിൽ ഡബിൾസിൽ എപ്പോഴും പ്രൈസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ആർക്കാണ്? സാത്വിക് സായിരാജും അതുപോലെ ചിരാഗ് ഷെട്ടി ഇവരാണ് ഡബിൾസ് പ്ലെയേഴ്സാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലൊക്കെ പങ്കെടുത്തവരാണ് സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും. അപ്പോൾ അവരെന്താണ്? ഡബിൾ പ്ലെയേഴ്സാണ്, ഡബിൾ മെൻസിൽ കളിക്കുന്നതാണ്, ഡബിൾസിൽ കളിക്കുന്നതാണ്, ഡബിളായിട്ട് കളിക്കുന്നവരാണ്. ഇവർക്കാണ് ഇപ്പം നമുക്ക് റീസെൻ്റ്ലി ആയിട്ട് എന്ത് കിട്ടിയത്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് കൊടുത്തല്ലോ, നമ്മുടെ രാഷ്ട്രപതി കൊടുക്കുന്ന മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്, ഏറ്റവും വലിയ സ്പോർട്സിൽ തന്നെ ഏറ്റവും വലിയ അവാർഡായിട്ട് പറയുന്ന മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് കിട്ടി മെൻസ് ഡബിൾ റാങ്കിങ്ങിൽ. അതുകൊണ്ട് സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി കേട്ടോ, അവർക്കാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷനിൽ ഈ ഒരു 2023 നടത്തിയ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ വേൾഡിൽ തന്നെ നമ്പർ 1 ഡബിൾസിലെ പ്ലെയേഴ്സ് ആയിട്ട് പറയുന്ന ആളാണ് ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജും. ആ കാര്യം കൂടെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ബാഡ്മിൻ്റൻ്റെ കാര്യത്തിൽ ഇത്രയും പേരുകൾ പഠിക്കുക: പ്രകാശ് പദുക്കോൺ, ശ്രീകാന്ത് കിഡംബിൽ, ലക്ഷ്യ സെൻ, സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടി. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷനിൽ ഇവർക്ക് നമ്പർ 1 പൊസിഷനും കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് ആലോചിക്കുക. ഓക്കെ, ഇനി അടുത്ത ഫുട്ബോൾ കാർഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഫുട്ബോളിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ പഠിക്കുക, ഡൂറൻറ്റ് കപ്പ് അങ്ങനത്തെ കപ്പുകൾ പഠിക്കുക, ടെർമിനോളജീസ് പഠിക്കുക, അതിലെ പ്ലെയേഴ്സിനെ പഠിക്കുക. പിന്നെ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടോ, യെല്ലോ, ബ്ലാക്ക്, റെഡ് കാർഡൊക്കെയാണ്. ഏത് കാർഡാണ്? ഫുട്ബോളിൻ്റെ കാർഡ് റിലേറ്റഡ് എന്തോ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അതിലെന്താ പറയുന്നത്? യെല്ലോ കാർഡ് കൊടുക്കുന്ന എപ്പോഴാണ്? എന്തെങ്കിലും ഒരു ഫൗള് കാണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? യെല്ലോ കാർഡ് കൊടുക്കും അല്ലേ? ഫൗള് കാണിക്കുമ്പോൾ യെല്ലോ കാർഡ് കൊടുക്കും. അത് കഴിഞ്ഞ് റെഡ് കാർഡ് കൊടുക്കുന്ന 2 യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കംപ്ലീറ്റ്ലി ആ കളിയിൽ നിന്നും അടുത്ത കളിയിൽ നിന്നും എലിമിനേറ്റ് ആവുന്ന രീതിയിലേക്ക് മാറ്റുന്നതാണ് റെഡ് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലാക്ക് കാർഡ് എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ബ്ലാക്ക് കാർഡ് ഇതുവരെ നമ്മൾ ഫുട്ബോളൊന്നും കാണുമ്പോൾ കൊടുക്കുന്ന കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു കാർഡ് ഉണ്ട്, ബ്ലാക്ക് കാർഡ് ഉണ്ട്. ബ്ലാക്ക് കാർഡ് കൊടുക്കുന്ന ഒരു 10 മിനിറ്റിൻ്റെ ഇൻ്റർവെല്ലിൽ ആ ആൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു ഫൗള് കാണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ 10 മിനിറ്റത്തേക്ക്, വെറും 10 മിനിറ്റത്തേക്ക് ആളെ എന്ത് ചെയ്യും? ആ ഒരു ഫീൽഡിൽ നിന്ന് മാറ്റി നിർത്തിയേക്കും. മനസ്സിലായോ? അതായത് ബ്ലാക്ക് കാർഡ് കൊടുത്ത് അയാളെ 10 മിനിറ്റ് മാറ്റി നിർത്തും. അപ്പോൾ അവിടെ എന്താണ്? പ്ലെയറിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകും, നമുക്ക് വേറൊരു പ്ലെയറിനെ എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഒരാൾക്ക് ബ്ലാക്ക് കാർഡ് കിട്ടിയിട്ട് തിരിച്ച് കിട്ടിയ ആൾ അഥവാ ഇനി ഒരു യെല്ലോ കാർഡും കൂടെ കിട്ടണമെങ്കിൽ പുള്ളി എന്താണ്? അടുത്ത റെഡ് കാർഡിന് തുല്യമാണ്. ബ്ലാക്ക് പ്ലസ് യെല്ലോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? റെഡ് കാർഡിന് തുല്യമായിട്ടാണ് പറയുന്നത്. ഓക്കെ, 2 യെല്ലോ കിട്ടിയ റെഡ് കാർഡിന് തുല്യമാണ്. അങ്ങനത്തെ കാർഡ് റിലേറ്റഡ് കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിക്കോളൂ. അത് കഴിഞ്ഞ് കബഡി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ചോദിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ സ്പോർട്സിൽ നിന്ന് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിൽ മാക്സിമം ഹൗ മെനി ഡിഫൻഡേഴ്സ് ഫോർ സൂപ്പർ ടാക്കിൾ ചെയ്യാൻ എത്ര പേരെയാണ് ആവശ്യം? കബഡിയിലെ ടോട്ടൽ പ്ലെയേഴ്സിൻ്റെ എണ്ണം 7 ആണ് അല്ലേ? ടോട്ടൽ 7 പേരാണുള്ളത്. നമുക്ക് മിനിമം ഒരു സൂപ്പർ ടാക്കിളിങ് ചെയ്യാൻ വേണ്ടി, ഒരാളെ പിടിച്ച് നിർത്താൻ വേണ്ടി, ടാക്കിൾ ചെയ്ത് നിർത്താൻ വേണ്ടി എത്ര പേരെ വേണം? 3 പേര്, അല്ലെങ്കിൽ അതിൽ കുറവ്. മാക്സിമം എത്രയാണ്? 3. മിനിമം 3-ൽ കുറവെന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. 3-ൽ കുറവുള്ള
ഉള്ളവരെയാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് ടേംസ് ആണ് റെയ്ഡ്, ടാക്കിൾ, ബോണസ് ലൈൻ, ടച്ച്. ഇത്ര ഏതിൽ വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കബഡിയിൽ വരുന്ന ടെർമിനോളജീസ്. അതിൽ യൂസ് ചെയ്യുന്ന ടേംസ് ടച്ച് ചെയ്യുക, അത് കഴിഞ്ഞ് ടച്ച് ലൈൻ, ഓക്കെ, ടച്ച് ചെയ്യുക, ബോണസ് ലൈൻ ഉണ്ട്, ടാക്കിൾ ചെയ്യുക, അവരെ ടാക്കിൾ ചെയ്യുക, അത് കഴിഞ്ഞ് റെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒപ്പോണന്റ് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിലാണ് റെയ്ഡ്, റൈഡേഴ്സ്. ഇതെല്ലാം വരുന്ന ഏതിലാണ്? റെയ്ഡ്. ഈ വേർഡ് തന്നെ കംപ്ലീറ്റ്ലി പഠിച്ചു. റെയ്ഡ് എവിടെയാണ്? കബഡിയിലാണ് കേട്ടോ. കബഡി എല്ലാവരും കൂടെ കൂട്ടം കൂടി റെയ്ഡ് ചെയ്യുകയാണെന്ന് ആലോചിക്കുക. ഓക്കെ, അത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത് എന്താണ്? പർദീപ്. ഇതിലെ ഫേമസ് പ്ലെയേഴ്സ് ആണ് അനൂപ് കുമാറും പർദീപ് നാർവാളും. പർദീപ് നാർവാളാണ് ഏറ്റവും മികച്ച കബഡി പ്ലെയർ, ഇന്ത്യയിലെ മികച്ച കബഡി പ്ലെയർ പാർദീപ് നാർവാളും അതുപോലെ അനൂപ് കുമാറും. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ സ്പോർട്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും വരാറുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ അടുത്ത അനാലിസിസുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. നിർത്തി നോട്ട്സ് എഴുതി ഇതേ ടോപ്പിക്സ് തന്നെ കവർ ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. അടുത്ത സെക്ഷൻ അനാലിസിസുമായിട്ട് അടുത്ത ആൾക്കാർ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.